ഞാൻ സിംഗിൾ അല്ലേ? മന്ത്ലി സ്റ്റാർ എന്നുള്ളൊരു പേരും കൂടി ഉണ്ടല്ലേ? തിന്നോണ്ട് ഇനിയും വെയിറ്റ് കൂട്ടിക്കോ കുട്ടിയമ്മായി, പക്ഷെ അത് കുറയ്ക്കാനാണ് ബുദ്ധിമുട്ട്, കൂട്ടാൻ ബുദ്ധിമുട്ടില്ല. ഞാൻ ഓൾമോസ്റ്റ് 7-8 കിലോ എങ്ങാണ്ടോ കയറ്റി ഇങ്ങനെ തിന്ന് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ വയറിളകുന്നുള്ളതുകൊണ്ട് കള്ളു കുടിച്ചില്ല. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ബിരിയാണി, 3 ബിരിയാണി, എന്നിട്ട് വൈകിട്ട് 2 ബിരിയാണി മേടിക്കും. നാളെ രാവിലത്തേക്ക് വേണ്ടി. രാവിലെ ബിരിയാണി ഇട്ടില്ലല്ലോ. മോണിറ്ററിൽ പറഞ്ഞിട്ട് ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും 1 more. കള്ളു കുടിക്കാൻ ആൾക്കാർ വന്നിരുന്നു. അവസാനം എഴുതി വെച്ചു ഇത് ശരിക്കുള്ള കള്ള് ഷാപ്പല്ല. ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളെയൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ശ്രീരാജ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് രസിച്ച് ചെയ്തൊരു ക്യാരക്ടറാണ്. ഈ എഴുത്തൊക്കെ കുറേ ആയിട്ട് നടക്കുന്നു. പല കാരണം കൊണ്ട് തുടങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. നമ്മുടെ സൈഡിൽ നിന്ന് പണിയെടുക്കുന്നുണ്ട്. ഞാൻ കലാപ്രതിഭയായ വർഷമാണ് വിനീത് ശ്രീനിവാസൻ മാപ്പിളപ്പാട്ടിൽ ഫസ്റ്റ് മേടിക്കുന്നത് സ്റ്റേറ്റിൽ. ഞങ്ങൾ രണ്ടും ഒരേപോലെ കണ്ണൂരിനെ ബേസ് ചെയ്ത് പോയ ആൾക്കാരാണ്. കണ്ണൂർ ടീം. ഇട്ട പൈസ തിരിച്ചെങ്കിലും കിട്ടുക, പ്രൊഡ്യൂസർക്ക് തിരിച്ച് കിട്ടുക, ഈ ഡയറക്ടർക്ക് അടുത്ത സിനിമ കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തായാലും അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പ്രാവിൻകൂട് ഷാപ്പിൻ്റെ വിശേഷങ്ങളുമായി ശബരീഷ്, ബേസിൽ, ചാന്ദിനി, ശിവജിത്ത്, സ്വാഗതം. ഒരു ഗംഭീര പടമാണ് ഇപ്രാവശ്യം നിങ്ങൾ എല്ലാവരും ചേർന്ന് നമുക്ക് തന്നിട്ടുള്ളത്. എനിക്ക് ഫസ്റ്റ് ചോദിക്കാനുള്ളത്, ഈ വന്നിരിക്കുന്ന നിങ്ങളാരെയും ആ സിനിമയിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ലുക്കും വെച്ചിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പല അഭിനേതാക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ ഒരു സെൽഫിൽ നിന്നും വളരെ ഡിഫറെൻറ്റ് ലുക്കുള്ള ഒരു ക്യാരക്ടറാണെങ്കിൽ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നമ്മൾ ആ ഒരു സെറ്റിൻ്റെ പരിസരത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാതി വർക്ക് കഴിഞ്ഞു, നമ്മളൊരു കഥാപാത്രമാവാൻ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലൈക്ക് സീനിയർ ആക്ടേഴ്സ് തൊട്ട് എല്ലാവരും. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ക്യാരക്ടേഴ്സിനും വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ലുക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ആ കഥാപാത്രം ആവാൻ എത്രമാത്രം സഹായിച്ചിട്ടുണ്ടാവും? ഇപ്പോൾ പോലീസിൽ നിന്ന് തന്നെ തുടങ്ങാം. സന്തോഷിന് എത്രമാത്രം? ഇല്ല, ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു ലുക്ക് വരുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എക്സ്ട്രാ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലും വേറൊരാളാണെന്നുള്ളൊരു തോന്നൽ ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഭയങ്കര കാരിക്കേച്ചറിഷ് സ്വഭാവം വരാതെ അതിനെങ്ങനെ വരിക എന്നുള്ളതാണ്. അത് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സിനിമയിൽ അങ്ങനെ അതിൻ്റെ സട്ടിലിറ്റിയിൽ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് യൂണിഫോം ആദ്യമായിട്ടാണ്, ഇപ്പോൾ വാഴയിൽ പോലീസുകാരൻ്റെ ഒരു ക്യാമിയോ ഉണ്ടെങ്കിൽ പോലെ അതിൽ യൂണിഫോം ഇട്ടിട്ടില്ല. അപ്പോൾ യൂണിഫോം ഇട്ടിട്ടുള്ളൊരു ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ ആ യൂണിഫോം ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ആ പോലീസുകാരൻ്റെ ഒരു എവിടുന്നോ എന്താണെന്നറിയില്ല, നമുക്ക് അങ്ങനെ എവിടെയോ നമ്മൾ കണ്ടു മറന്നിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സിനിമയിൽ കണ്ടു മറന്നിട്ടുള്ളതോ ഇതൊക്കെ എവിടെയോ നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു ഫീലിംഗ് നമുക്കത് കിട്ടും തോന്നുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും അയാളുടെ നടപ്പിലും അയാളുടെ കുറച്ചുള്ള ബോഡി ലാംഗ്വേജിലും അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡിലും ആ ഒരു ഡോമിനൻസ് ഉണ്ടല്ലോ. അത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഡോമിനൻസ് ഫീൽ ചെയ്യുമല്ലോ. നമ്മൾ ഇവരെക്കാളൊക്കെ മേലെയാണെന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. നിയമപാലകനാണല്ലോ. സൗഭിക്കൊക്കെ ആണെങ്കിലും ആ ഒരു ലുക്കും ആ ഒരു താടിയും മുടിയൊക്കെ ഷേവ് ചെയ്തിട്ട് പിന്നെ ആ ഒരു വികലാംഗതയുമൊക്കെ ആയിട്ട് വേറൊരു അപ്പിയറൻസ് ആണല്ലോ. ഈ പ്രാവിൻകൂട് ഷാപ്പിൻ്റെ ട്രെയിലർ വന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സീനും ശബരീഷ് വർമ്മേൻ്റെ ക്യാരക്ടറിനെ ഈ ഒരു അപ്പാപ്പൻ ക്യാരക്ടർ ഇതെടുത്ത് അടിക്കുന്നത്, ആ സമയത്തുള്ള നോട്ടവും തിരിച്ചയാൾ പറയുന്നുണ്ട്, എൻ്റെ ഒരു സീക്വൻസാണ്. പക്ഷേ എനിക്ക് ആ ഒരു ഫസ്റ്റ് സീനിൽ നിന്ന് എനിക്ക് ഫസ്റ്റിൽ അത് ശബരീഷ് വർമ്മയാണെന്ന് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ലുക്കും കംപ്ലീറ്റ് ചേഞ്ച്. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിലാണെങ്കിലും ഈവൻ ടർബോയിൽ ഒരു ജെറീൻ്റെ ഒരു ക്യാരക്ടറിൽ എല്ലാത്തിലും ഈ ഒരു സമീപകാലത്തുള്ള എല്ലാ സിനിമകളിലും ഒന്നിനൊന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഭയങ്കര ഒരു വ്യത്യാസം കാണുന്നുണ്ട്. ഭയങ്കര കോൺഷ്യസ് ആയിട്ടാണോ ഇപ്പം ഈ ക്യാരക്ടേഴ്സും അതിൻ്റെ ലുക്കൊക്കെ ചൂസ് ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളത് ഇതിൻ്റെ അതിൻ്റെ ഈ കണ്ണൂർ സ്ക്വാഡിൽ പോലീസാണ്. അതിൻ്റെ അകത്ത് ഒരു സീൻ പോലീസ് യൂണിഫോമിലുണ്ട്. അത് ആക്ച്വലി അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ മഫ്തിയാണല്ലോ, ഇവർ പൊടിക്കുമ്പോൾ അപ്പോൾ താടിയൊക്കെ വെച്ചാലും കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഷെഡ്യൂൾ ചെയ്ത് വന്നപ്പോൾ ഇത് ഇടയിൽ കയറി വന്നു, ഈ ഇടയിൽ എടുക്കേണ്ട ഒരു ഇത് വന്നു. ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് നമുക്ക് അവസാനം ആ സീൻ എടുക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ താടി വെച്ചുള്ള നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ആ സീൻ എടുക്കാം. അപ്പം ഷേവ് ചെയ്തിട്ട് മീശ മാത്രം വെച്ചിട്ട് എടുക്കണം. പക്ഷേ ഇതങ്ങനെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാണ്ട് വന്നു, ലൊക്കേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം. അപ്പോൾ ഫുള്ള് മീശ വെച്ചിട്ട് അഭിനയിക്കേണ്ടി വന്നു എനിക്ക്. ടർബോയിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ കാര്യങ്ങളൊക്കെ വൈശാഖേട്ടൻ തന്നെ ചെയ്തതാണ്. എങ്ങനെയാണ് ചെറിയെന്ന് പറഞ്ഞ ആളുടെ ലുക്കും കാര്യങ്ങളൊക്കെ വേണ്ടതെന്നുള്ളത്. ഇതിലും 100% ശ്രീരാജു തന്നെയാണ് ചെയ്യുന്നത്. തോട്ട ബിജു എന്നുള്ള ക്യാരക്ടർ എങ്ങനെ വേണം എന്നുള്ളത്. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു. കാരണം ഈ ലുക്ക് മാറുമ്പോൾ ഈ പറയുന്ന പോലെ ഇത് നമ്മളല്ല എന്നുള്ളൊരു തോന്നൽ ആദ്യം തന്നെ നമുക്ക് വരും.
നമ്മൾ എല്ലാ ദിവസവും നമ്മളെയൊക്കെ കുറേ വർഷമായിട്ട് നമ്മളെയൊക്കെ തന്നെ കാണുന്നതാണല്ലോ, എല്ലാ ദിവസവും കണ്ണാടി നോക്കുന്നതാണല്ലോ. അപ്പം ഇത് നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ എവിടെയൊക്കെയോ നമ്മൾ തോട്ട ബിജു എന്നുള്ളൊരു മൂഡ് നമുക്ക് വരുന്നുണ്ട്. അതിലാണെങ്കിലും ജെറി എന്നുള്ള ക്യാരക്ടറാണെങ്കിലും ഈ കണ്ണൂർ സ്ക്വാഡിലെ ഷാഫി ആണെന്നുണ്ടെങ്കിലും ഞാനല്ല, എവിടെയോ ഞാനാണ് എന്നുള്ളത് അറിയാം നമുക്ക് വ്യക്തമായിട്ടെങ്കിലും ഇത് എവിടെയോ വേറൊരാൾ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഇങ്ങനെ കണ്ണാടി നോക്കി മീശയൊക്കെ പിടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല തോട്ട ബിജുവിനെ. അപ്പോൾ പുള്ളിയുടെ രൂപത്തിൻ്റെയും മുഖത്തിൻ്റെയും ആ അറ്റയറിൻ്റെയും ആ ഇതിൻ്റെയൊക്കെ വെച്ചിട്ട് ഇത് വേറെ ഒരു പരിപാടി. ആ ഇതിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ പകുതി പരിപാടി അവിടെ തന്നെ സെറ്റാവും. പിന്നെ ആ മാനറിസംസും ശ്രീരാജ് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന അതെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് പിന്നെ അവർ പറയുന്നതനുസരിച്ച് അങ്ങോട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ചാന്ദിനെ ആയിരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഡാർവിൻ്റെ പരിണാമത്തിലാണെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു അത്തരം ഒരു മിഡിൽ ക്ലാസ് ലെവലിലൊക്കെ ജീവിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മ അങ്ങനത്തെ ഒരു രീതിക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ആ ക്യാരക്ടർ ഈ കൂട്ടത്തിൽ ഭയങ്കര കോക്കി ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഇവരുടെ ഉള്ളിൽ എന്താ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. പക്ഷെ അന്ന് അതേസമയം ഈ അപ്പിയറൻസിലും ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ കേളി ഹെയർ ആണെങ്കിലും മൊത്തത്തിലുള്ള സ്കിൻ ടോൺ ഡൗൺ ചെയ്തിട്ട് അത് കൊണ്ടുവന്നതൊക്കെ. സോ എത്രമാത്രം സ്പെഷ്യലായിരുന്നു ഇതിനകത്തുള്ള കഥാപാത്രം? ഇതിൻ്റെ സിനിമ തുടങ്ങുന്നതിനൊക്കെ മുന്നേ ഇവരൊരു ഈ ക്യാരക്ടർ സ്കെച്ച് പോലെ ഒരു ലുക്ക് ഇങ്ങനെ പുറത്ത് വിട്ടിരുന്നു. അപ്പം കുറേ ആൾക്കാർ പറഞ്ഞു കറക്റ്റ് അതുപോലെ ഒരാളെ കിട്ടിയെന്നാണ്. ലൈക്ക് എനിക്കത് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ് അവർക്ക് ഉദ്ദേശിച്ചൊരു വിഷൻ കിട്ടി എന്നുള്ളത്. എനിക്ക് ഐ തിങ്ക് ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ലൈക്ക് ഒരു കംപ്ലീറ്റ്ലി ഭയങ്കര ഒരു പേഴ്സണാലിറ്റി ഉള്ളൊരു ക്യാരക്ടറാണ്. ഇപ്പം കാണാനാണെങ്കിലും അവരൊരു ഇൻറ്റേർണലി അവരുടെ ഒരു ബിഹേവിയർ പാറ്റേണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് രസിച്ച് ചെയ്തൊരു ക്യാരക്ടറാണ്. ആൻഡ് അത് ഷൈജുക്കേൻ്റെ ഫ്രെയിംസിൽ ഇങ്ങനെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നതിനെക്കാട്ടും എല്ലാ രീതിയിലും നല്ല ഭംഗിയായിരുന്നു. ഐ തിങ്ക് നമ്മളെല്ലാവരും. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് എന്നൊരു ക്യാരക്ടറാണ്. എൻ്റെ കുറേ പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതിനോട് ഡബ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിൽ ഉള്ള സ്ലാങ് ഒക്കെ ആ തൃശ്ശൂർ സ്ലാങ് ആണെങ്കിലും പിന്നെ ഇവൾ സംസാരിക്കുന്ന രീതി കുറച്ച് വ്യത്യാസമാണ്. ഡബ്ബിങ്ങും എനിക്ക് ചെയ്യാൻ അമ്പൊക്കെയാണെങ്കിലും ശ്രീരാജ് ഇവർ ആ ഓപ്പർച്യൂണിറ്റി തന്ന് എനിക്ക് ചെയ്യാൻ പറ്റി. അത് ഡയറക്ടറിൻ്റെ ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഐ തിങ്ക് അത് ആഡ് ചെയ്യും. നമുക്ക് നമ്മുടെ രീതിയിൽ സംസാരിക്കുമ്പം അത് കുറേ അതിൽ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ കൊമ്പൻ ബാബുവായിട്ടാണ് ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഈ ഇരുത്തത്തിൽ തന്നെ ഒരു അത് ഭയങ്കര പാവം പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ ആ സിനിമയിൽ കാണുന്ന സമയത്തും അതിലൊരു ലൈക്ക് ത്രൂ ഔട്ട് ആ ഒരു സാന്നിധ്യം എന്ന് പറഞ്ഞാൽ കൊമ്പൻ ബാബുവിൻ്റെ ആളുടെ ആക്ഷൻസ് മാത്രമല്ല ആൾ ഉള്ളവരിൽ ഉണ്ടാക്കുന്ന ഒരു ഭയവും അയാളോടൊരു വല്ലാത്ത പേടി കലർന്ന ആരാധനയും എന്നാൽ അയാളങ്ങില്ല ലൈക്ക് ഭയങ്കര പല പല കാര്യങ്ങളുണ്ട്. അപ്പം അത് രൂപത്തിലൂടെ മാത്രം അത് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റില്ലല്ലോ, അത്തരം ഒരു ഓറ സൃഷ്ടിക്കുക എന്നുള്ളത്. സോ ഈ കൊമ്പൻ ബാബുവിനെ എങ്ങനെയാണ് ശിവജിത്ത് മനസ്സിലാക്കിയത്? ഇയാൾ എന്താണെന്നാണ് മനസ്സിലാക്കിയത്? ഒരു ആനേനെ തന്നെയാണ് ഇത് പറയുന്നത്. ഒരു ഒറ്റയാൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അവർ കൂട്ടമായിട്ട് വരുമ്പോൾ ഒറ്റയ്ക്കേ വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യാൻ പറ്റുന്ന അവൻ ചെയ്യാം. അവനൊരു ഭയം എന്ന് പറയുന്ന പരിപാടി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഭയം ഉണ്ടാകുമ്പോഴാണ് എല്ലാത്തിനും നമ്മളൊരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ചെയ്താൽ പ്രശ്നമാകുമോ എന്നുള്ളൊരു ചിന്തയില്ല. അങ്ങനെയുള്ള ചിന്തയില്ലാത്തൊരു ഒറ്റ ബുദ്ധി എന്നുള്ള സീൻ ഉള്ള അങ്ങനെയുള്ളൊരു മനുഷ്യനായിരിക്കും. അപ്പോൾ അയാളുടെ നോട്ടത്തിലും നടത്തത്തിലും ഈവൻ അയാൾ ചെയ്യുന്ന ചെറിയ ഒരു കാര്യത്തിന് പോലും എന്താ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ മൂവീസോ അല്ലെങ്കിൽ വേറെ ആക്ടേഴ്സോ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് റെഫറൻസ് അങ്ങനെയുള്ള പരിപാടി ചെയ്യാറില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും അതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു 10-14 ദിവസം അതിൻ്റെ ആ ഒരു മൂഡിൽ തന്നെ ഇരുന്ന് വേറെ ഒന്നിലോട്ടും പോകാതെ വേറെ അങ്ങനെ ഒരു അല്ലെങ്കിൽ ഇതുവരെ ആ ഒരു ഏജ് വരെ പുള്ളി എന്തായിരുന്നു എന്നുള്ളൊരു ചിന്ത ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളോട് പറയുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് ആ സിനിമയെ കാണുന്ന ഒരു ഏജ് തൊട്ടുള്ളതായിരിക്കും നമ്മൾ സ്ക്രിപ്റ്റിലും എല്ലാം ഉണ്ടാവും. പക്ഷേ ഇയാളുടെ ജനനം തൊട്ട് അതുവരെയുള്ള ഒരു ലൈഫ് ഇതുണ്ട്, അതെങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തയാണ് ഞാൻ ഈ ഷൂട്ടിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ഇത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വരുവാണെങ്കിൽ നമുക്ക് അവിടെ വന്നിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഡയറക്ടറിൻ്റെ ഒരു വ്യൂവിലൊരു ക്യാരക്ടർ ഒരു ഇതുണ്ടാവുമല്ലോ, അത് കിട്ടിയ രക്ഷപ്പെട്ടു. പിന്നെ ഈ സിനിമയിൽ തൃശ്ശൂർ ഭാഷയാണ്. അപ്പം കേരളത്തിലുള്ള തൃശ്ശൂർ ഭാഷ ഇല്ല അത് ഞാൻ നന്നായിട്ടുണ്ടായിരുന്നു ആ പടത്തിനകത്ത് എല്ലാവരും ചെയ്തിട്ടുള്ളത്. ഈ പൊതുവെ ഈവൻ ആക്ച്വലി തൂവാനത്തുമ്പികളിൽ നിന്നുള്ള പടത്തിനെ പറ്റിയിട്ട് വരെ നമ്മൾ തൃശ്ശൂർക്കാർക്കിടയിൽ പറയുന്ന കാര്യമാണ്
നമ്മൾ അങ്ങനെയല്ല സംസാരിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറയലുണ്ട്. പക്ഷേ അത് വേറൊരു കാലഘട്ടത്തിലാണ്. ഈ തൃശ്ശൂർ ഭാഷ എന്ന് പറഞ്ഞാൽ തന്നെ ബാക്കി എല്ലാ ജില്ലകളെയും പോലെ ഒറ്റ രീതിക്കല്ല സംസാരിക്കുക. എൻ്റെ വീട് ഇപ്പോൾ ഗുരുവായൂർ ഭാഗത്താണ്, ഞാൻ സംസാരിക്കണ പോലെയല്ല. എൻ്റെ അമ്മയുടെ വീട്ടുകാർ പ്രോപ്പർ തൃശ്ശൂർ ഭാഗത്താണ്. അപ്പോൾ അവർ സംസാരിക്കുക അങ്ങനെ പല പല വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ക്ലാസ് കാസ്റ്റ് എല്ലാം അനുസരിച്ച് വരും. പക്ഷേ ഈ പടത്തിനകത്ത് നല്ല രസമുണ്ടായിരുന്നു തൃശ്ശൂർ ഭാഷ. ഇങ്ങനെ തൃശ്ശൂർ ഭാഷയാണ് ഞങ്ങൾ പറയണേന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ കന്നാലി, ഗഡി അങ്ങനെയുള്ള കുറേ വാക്കുകൾ യൂസ് ചെയ്യുന്നതൊന്നും തോന്നിയില്ല. അതൊന്നും നമ്മൾ ഇപ്പോഴത്തെ ഒരു തൃശ്ശൂരിൽ അങ്ങനെ എല്ലാവരും യൂസ് ചെയ്യുന്ന ടേംസും അല്ല. അപ്പം നിങ്ങൾ തൃശ്ശൂർ സ്ലാങ് ആക്ച്വലി എങ്ങനെയാണ് എല്ലാവരും പിടിച്ചത്? കുറേ ആക്ച്വലി ഞങ്ങളൊരു 4-5 പേരൊഴിച്ചാൽ എല്ലാവരും തൃശ്ശൂർക്കാരാണ്. ശ്രീരാജ് തൃശ്ശൂർക്കാരനാണ്. പിന്നെ മണി എന്ന് പറഞ്ഞാൽ മണീൻ്റെയും ശ്രീരാജിൻ്റെയും തൃശ്ശൂർ ഭാഷ തന്നെ വ്യത്യാസമുണ്ട്. രണ്ടും ഡിഫറെൻ്റ് ആണ്. മണി കുറച്ചും കൂടി മറ്റേ പറയണ എന്തുട്രാ എന്താ മറ്റേ ആ ഒരു സ്ലാങ് ആണ്. പിന്നെ മറ്റേ തുപ്രം ചേട്ടനും വയലപ്പൻ ചേട്ടനും അവരും ആ ഭാഷയാണ് സംസാരിക്കുന്നത്. പിന്നെ അവരുടെ ഇടയിൽ നിന്നിട്ട് പിന്നെ ശ്രീരാജിൻ്റെ അടുത്ത് ശ്രീരാജ് ഡയലോഗ് പറയുമല്ലോ, പിന്നെ അത് നമ്മൾ ചെയ്താൽ മതി, ഇമിറ്റേറ്റ് ചെയ്താൽ മതി. പിന്നെ ചെമ്പൻ ചേട്ടൻ്റെ അങ്കമാലി ആയതുകൊണ്ട് കുറച്ചും കൂടി ഒരു അടുത്ത് നിൽക്കുന്ന ബോർഡറിലൂടെ നിൽക്കുന്ന ഒരു ഭാഷയാണ്. അങ്ങനെ ബുദ്ധിമുട്ടിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗബിനായിരിക്കും. സൗബിന് മറ്റേ ഫോട്ടോ വെച്ച് കളയാവുള്ളൂ. ഞാനും സൗബിക്കും. ഇപ്പം സൗബിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കുറേ ഡബ് ചെയ്തിട്ട്. ബേസിലിന് ഓക്കെ ആയിരുന്നോ തൃശ്ശൂർ? എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇവരെല്ലാവരും തൃശ്ശൂരുകാരൊക്കെ ആയതുകൊണ്ട് എനിക്ക് പിന്നെ ഞാൻ പഠിച്ച കോളേജും ഒക്കെ എല്ലാ ലാംഗ്വേജിലുള്ള എല്ലാ ആക്സെൻ്റുള്ള ആൾക്കാരൊക്കെ ഉള്ള കോളേജിലായതുകൊണ്ട് അങ്ങോളം ഉള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് അത് എപ്പോഴും എവിടെയോ നമ്മുടെ മെമ്മറി കിടപ്പുണ്ടല്ലോ ഇവരുടെ ഇങ്ങനത്തെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ. പിന്നെ നേരത്തെ പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു മലയാള സിനിമയുടെ ന്യൂ വേവ് മലയാള സിനിമയുടെ ഒരു അപ്രോച്ചാണല്ലോ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ ഭയങ്കര ഒരു സ്ലാങ്ങുകളെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. പറയുന്ന കഴിഞ്ഞൊരു 10 വർഷത്തിനുണ്ടായ ഒരു മാറ്റമാണ് ആ ഒരു എസ്പെഷ്യലി മലബാർ എല്ലാ ഭാഷയാണെങ്കിലും അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്ലേസ് ചെയ്യപ്പെടുക. ഇപ്പോൾ റിയലിസ്റ്റിക് സിനിമ അതിൽ നിന്നുണ്ടായി ഇവോൾവ് ആയി വരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ അവിടുത്തെ ഒറിജിനൽ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഭാഷയോട് ഏറ്റവും നീതി പുലർത്തുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള വേവിൽ പെടുന്ന ആളാണ് ഈ ശ്രീരാജും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സും എല്ലാവരും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു അപ്രോച്ച് സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാ സിനിമകളിലും ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. ആരും തൃശ്ശൂരിനെ ഭയങ്കര തൃശ്ശൂരായിട്ടും കോഴിക്കോടിനെ കോഴിക്കോടായി ഭയങ്കര കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഞമ്മൾ എന്നൊക്കെ പറഞ്ഞാൽ അതിലേക്കൊന്നും പോകുന്നില്ല. ക്രിയേറ്റീവ് ആൾക്കാർ എവിടെ നിന്നായിരിക്കും. ഇപ്പം സുലേഖ മൻസിൽ എന്ന് പറഞ്ഞ പടം അഭിനയിച്ചപ്പം മലപ്പുറം, അത് അഷ്റഫ് ഹംസ, പുള്ളി മലപ്പുറംകാരാണ്, പൊന്നാനിക്കാരനാണ്. അപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞു തരും. അത് ഈ സ്ലാങ് പിടിച്ചിട്ട്, കാരണം അവിടെ നടക്കുന്ന ഒരു തിരൂർ അതിൻ്റെ ചുറ്റും നടക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണല്ലോ അത് നടക്കുന്നത്. അപ്പോൾ അവർക്ക് നിർബന്ധമായിരുന്നു ഇത് പിടിക്കണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരും. ഇതിൻ്റെ അകത്ത് കണ്ണൂർ സ്ക്വാഡിലും ഷാഫി എന്നുള്ള ക്യാരക്ടർ കണ്ണൂർ ഭാഷ സംസാരിക്കണം എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി ഒരാളെ നിർത്തി, അത് സിങ് സൗണ്ട് വരുന്നത്. എൻ്റെ പൊന്നു മമ്മൊക്കെ തൊട്ടപ്പുറത്ത് നിന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കണ്ണൂർ, അതെ പുള്ളിയുടെ അടുത്താണ് ഞാൻ സ്ലാങ് പറയണത്. അപ്പോൾ അതിൻ്റെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാനിപ്പം അടുത്ത അഭിനയിച്ച ധീരൻ എന്ന് പറഞ്ഞ പടം, അത് ദേവദത്ത് ഷാജി. ദേവദത്ത് പെരുമ്പാവൂർക്കാരനാണ്. അപ്പം പെരുമ്പാവൂർ സ്ലാങ് പിടിക്കാം, അവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ കഥയാണ്. അപ്പോൾ അത് പിടിക്കാന്നുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് പെരുമ്പാവൂർ കുറച്ചും കൂടി എളുപ്പമാണ്. ആലുവയ്ക്ക് അടുത്ത് കിടക്കുന്നൊരു സ്ഥലമല്ല. ഞാൻ മാറമ്പള്ളി MES കോളേജിലാണ് പഠിച്ചത്. അത് ഓൾമോസ്റ്റ് പെരുമ്പാവൂർ ഭാഷയാണത്. അങ്ങനെ ഭയങ്കര രസം. അപ്പോൾ ആ സമയത്ത് അപ്പം ഇത് ബേസിൽ പറഞ്ഞതിൻ്റെ ഒരു കൂട്ടി വായിക്കുകയാണ്. അതിനകത്ത് കുറേ സീനിയേഴ്സ് ഉണ്ട്. മനോജ് KJ, ജഗദീഷ് ചേട്ടൻ, സുധീഷ് ചേട്ടൻ, അതെ വീഡിയോ ഉണ്ടായിരുന്നു, അശോകൻ ചേട്ടൻ. അപ്പോൾ അവരുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനൊരു പരിപാടി ഇല്ലല്ലോ. അവരിപ്പോൾ എവിടെയാണ്, ഇപ്പോൾ ഏയോട്ടോ എന്ന് പറഞ്ഞ സിനിമ കോഴിക്കോടാണ് നടക്കുന്നുണ്ടെങ്കിലും പലരും പല സ്ലാങ്ങാണ് സംസാരിക്കുന്നത്. ഇന്നാണ് ഈ അടുത്ത കാലത്താണ് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. നമ്മൾ പണ്ട് കായംകുളം കൊച്ചുണ്ണി, സത്യൻ മാസ്റ്റർ അഭിനയിച്ചിരിക്കുന്ന കായംകുളം കൊച്ചുണ്ണി മലപ്പുറം ഭാഷയാണ് സംസാരിക്കുന്നത്. ശരിക്കും കായംകുളം കൊച്ചുണ്ണി മലപ്പുറം ഭാഷ കേട്ടിട്ടുണ്ടാവുമോ? ശരിക്കും ഉണ്ടായിരുന്ന കായംകുളം ഭാഷയല്ലേ സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ? ഇപ്പോഴത്തെ ഓഡിയൻസ് സ്മാർട്ടർ, അവർ അത്രയും ഫോർഗിവിങ് അല്ല. നമ്മൾ കൊടുക്കുന്ന എന്താണ് അവർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഒത്തൻറ്റിക് ആയിട്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഓഡിയൻസ് അങ്ങനെ ഇവോൾവ് ആയതാണ് ആക്ച്വലി. ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെ കൊടുത്തപ്പോൾ അവരതിൽ ശീലമായിട്ട് ഇപ്പോൾ ഇതിലേക്കായി. അങ്ങനെ ഇനി വേറെ മാറി വരുമായിരിക്കും. അതായത് ഇപ്പോൾ 10 വർഷം കഴിയുമ്പോഴേക്കും 10-15 വർഷം കഴിയുമ്പോൾ പുതിയ സെറ്റ് ഓഫ് ഫിലിം മേക്കേഴ്സ് വരുമല്ലോ. പിന്നെ അല്ല, ഈ കഴിഞ്ഞ ഒരു 10-15 വർഷത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഫിലിം മേക്കേഴ്സ് അത് കൊണ്ടുവന്ന ഫിലിം മേക്കേഴ്സ് തന്നെയാണ് അതിലെ ഓഡിയൻസിനെ അങ്ങനെ ശീലിപ്പിച്ചതും. അവർക്ക് അത് നല്ലത് കൊടുത്തിട്ട് അവർ നല്ലത് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ പോകാനുള്ള റീസൺ അത് തന്നെയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ഈ ഭാഷകളുമൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആക്ടേഴ്സൊക്കെ അതിനോട് കൂടെ നിൽക്കുക എന്നുള്ളത് എല്ലാവരുടെയും ജോലിയുടെ തന്നെ ഒരു ഭാഗമാണ്. അവരുടെയൊക്കെ ഒരു
ക്രാഫ്റ്റ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ ഏറ്റവും നാച്ചുറലായിട്ട് അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യം തന്നെയാണ്. അതിനുള്ള എഫേർട്ടും താടിയും മുടിയും പണ്ട് ഇപ്പോൾ ജഗദീച്ചൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല, ക്ലീൻ ഷേവ് ആയിട്ട് വേണം എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് ഇരിക്കേണ്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ തന്നെ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം അങ്ങനെ താടി മുടി നമ്മൾ വെക്കലില്ലല്ലോ. അത് വളർത്താനല്ലേ പറയുന്നത്. വളർത്താനൊക്കെ മാക്സിമം റിയലിസ്റ്റിക് ആയിട്ടല്ലേ പോകുന്നത്. ഇപ്പം കുറെ സമയമായിട്ട് അത് അപ്പൊ എൻ്റെ വിഗ് ഇത് ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പൊ പറഞ്ഞതിന്റെ വിക്ടിമാണത്. ഒരു സിനിമയ്ക്ക് കഴിഞ്ഞ 6 മാസം 10 മാസം കണ്ടായിട്ട് ഇത്രയും താടി വേണമെന്ന് പറഞ്ഞിട്ട് ഏത് പടത്തിന് വേണ്ടിയിട്ട് ഒരു തെലുങ്ക് മൂവി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അത് ഈ മാസം കഴിയും, അത് കഴിഞ്ഞാൽ തീർന്നു. അപ്പം ഇപ്പോൾ അതാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. ഞാനും ഇതൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് പറയുന്നത് ശരിക്കുള്ളതാണ്. നമ്മൾ നെഞ്ചത്താ കൊള്ളുന്നത്. എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ കഴിഞ്ഞ 1 വർഷമായി ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരാഴ്ച മുന്നേ ആയിരുന്നു നമുക്ക് ഇവിടെ ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു തൃശ്ശൂർ. അപ്പം ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞ് താടിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പം എന്നോട് ശ്രീരാജ് വന്നിട്ട് പറഞ്ഞു, അത് ഞാൻ പറഞ്ഞല്ലേ മറ്റേ കള്ളു ഷോപ്പിൻ്റെ ആ ഒരു ലുക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഒരാഴ്ച ഉണ്ടല്ലോ. ഒരാഴ്ചയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാഴ്ച ഉണ്ടല്ലോ. അപ്പോൾ വീണ്ടും ഞാൻ അതന്നെ പറയാണ്. അപ്പോൾ എനിക്ക് ട്രാൻസ്ഫോർമേഷൻ ബോഡി അങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം തൊട്ടേയുള്ള പടങ്ങളിലെല്ലാം ഓരോ കഥാപാത്രത്തിനനുസരിച്ച് മാറാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു 5 to 6 days എടുത്തുള്ളൂ ആ ഒരു പെട്ടെന്ന് ഒരു ചേഞ്ച് ഓവർ വരുത്താൻ വേണ്ടിയിട്ട്. അതിന് ആ ഒരു ഡെയിലി കള്ള് കുടിച്ച് കപ്പയൊക്കെ തിന്നിട്ട് നല്ല കരുത്തനായിട്ടുള്ള ഒരാളുടെ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ 3 നേരം ബിരിയാണി കഴിക്കായിരുന്നു. രാവിലെ ഉച്ചയ്ക്ക് ഞാൻ ഇത് ടർബോ കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ മെലിഞ്ഞിങ്ങനെ പയ്യനായി പോലെ ശ്രീരാജ് പറഞ്ഞു, ഇത് കൊച്ചു പയ്യനെ പോലെയാണ് ഇരിക്കണം, ഇതെങ്ങനെ ശരിയാവണേ, വയറ് ചാടിക്കണം, കുടിയൻ്റെ ലുക്ക് വേണം, അപ്പോൾ വയറ് ചാടണം, ഇതാക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. ആ ഈവൻ നമ്മൾ ഫസ്റ്റ് പൂജയ്ക്ക് ഇത് ഇവരുടെ ഷോട്ട് എടുത്തില്ലേ നമ്മൾ ലുലുവിൽ, അവിടെ വന്നപ്പോൾ തന്നെ കണ്ടിട്ട് ഇത് പോരാ അവസാനം മുടി വെട്ടി ഇത് വന്നപ്പോഴാണ് ഇപ്പോൾ കറക്റ്റായി. ഇത് പറഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് 7-8 കിലോ കണ്ടോ കയറ്റി ഇങ്ങനെ തിന്ന് കള്ളു പിടിച്ചു കഴിഞ്ഞാൽ വയറിളകുന്നുള്ളതുകൊണ്ട് കള്ളു പിടിച്ചില്ല. ആദ്യമായിട്ട് ഡയറക്ടറിനോടാ തിന്നോണ്ട് ഇനിയും വെയിറ്റ് കൂട്ടിയാൽ പക്ഷെ അത് കുറയ്ക്കാനാണ് ബുദ്ധിമുട്ട്, കൂട്ടാൻ ബുദ്ധിമുട്ടില്ല. രണ്ടും കൂട്ടാനാ എനിക്ക് ബുദ്ധിമുട്ട്. എന്നോടും പറയുന്നത് ബിരിയാണി ഇങ്ങനെ കഴിച്ച് നല്ല കുറച്ച് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ബിരിയാണി 3 ബിരിയാണി, എന്നിട്ട് വൈകിട്ട് 2 ബിരിയാണി മേടിക്കും നാളെ രാവിലത്തേക്ക് വേണ്ടി. രാവിലെ ബിരിയാണി ഇട്ടില്ലല്ലോ, പിന്നെ ഉച്ചയ്ക്ക് വീണ്ടും ബിരിയാണി ബിരിയാണി പിന്നെ ബിയറും അതിന്റെ കൂടെ. അല്ല പക്ഷെ അത് ഐ തിങ്ക് ആ ക്യാരക്ടറിന് ഇറ്റ് റിയലി ഹെൽപ്സ് ബിക്കോസ് നമ്മളെ ബോഡി ലാംഗ്വേജ് കുറച്ചും കൂടി ഇങ്ങനെ യുനോ ലൈക്ക് ഇറ്റ് വോണ്ട് അത്രയും പ്രോപ്പർ ആയിരിക്കില്ല. കണ്ണില് ഇത് വരണം. ഇവിടെ മാത്രമാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ സിംഗിൾ അല്ലേ. എന്തെങ്കിലും മറ്റേ പോലീസുകാരന്റെ ലുക്കിന് വേണ്ടിട്ട് ബേസിൽ എന്തെങ്കിലും ചെയ്തത്? മറ്റേ കുറച്ചാൾ പോലീസ് സ്റ്റേഷനിലായിരുന്നു. അത് ഞാൻ ചോദിക്കാൻ, ശരിക്കും സിംഗായിട്ട് എന്തായിരുന്നു കണക്ഷൻ? ഇത് ശരിക്കും സിംഗം ഉണ്ടായിരുന്നോ പറഞ്ഞ സ്ഥലത്ത്? അത് നിങ്ങൾ കൈന്നിട്ട് ആണോ പറഞ്ഞ സ്ഥലത്താ? സ്ക്രിപ്റ്റിലുണ്ടോന്നാണ്. അതായത് സിംഗത്തിന്റെ ആണ് മീശ എന്നുള്ളത്, സിംഗത്തിന്റെ മീശ എന്നൊക്കെ ഉള്ളത് ശരിക്കും എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല, അത് തന്നെ നമ്മൾ അങ്ങനെ തന്നെ റെഫറൻസ് പിടിച്ചത്. ഐ മീൻ അങ്ങനെ അത്രയും ലെങ്ത് വേണ്ട, പക്ഷെ മൊത്തത്തിൽ അതിൻ്റെ അകത്തൊരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ. ഞാനത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ഹ്യൂമർ ഉണ്ടല്ലോ, എന്നാൽ അതിനുവേണ്ടി പുഷ് ചെയ്ത് അങ്ങനെ ആവാനുള്ള ബോഡി ലാംഗ്വേജ് ഒക്കെ കാണിച്ച് സിംഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ലൗഡായിട്ടുള്ള കോമഡി ആവും. അതല്ലാതെ നാച്ചുറലി അയാൾ ഉള്ളിൽ അങ്ങനെ ആണ്, അതൊക്കെ കണ്ട് ഇൻസ്പയർ ചെയ്ത് അങ്ങനത്തെ പോലീസുകാരെ ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി. സിനിമ കണ്ടിട്ട് പോലീസായി അങ്ങനെ ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഇതിന് ചെല്ലപ്പോൾ നല്ല മീശയ്ക്ക് ഇങ്ങനെ നീട്ടിയിട്ട് ഒരു പോലീസുകാരനെ കണ്ടു. അപ്പോൾ ഞാൻ സിംഗം കണ്ടിട്ട് പോലീസുകാരനായതാണ്. അപ്പോൾ പോലീസുകാരനായിട്ട് പുള്ളി സിംഗമായിട്ടാണ് ജീവിക്കുന്നത്, ആ മൂഡിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് അങ്ങനെ കിൻഡൽ അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ ഇയാൾ ചിലപ്പോൾ അങ്ങനെ ഒരാളായിരിക്കും, പക്ഷെ അതിലൊരു ഹ്യൂമർ ഉണ്ടല്ലോ. അത് ഈ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് അങ്ങനെ ഒരാൾ അങ്ങനെ ആവാൻ ശ്രമിക്കുന്നതിൽ എന്തോ ഒരു ഇതുണ്ടല്ലോ. അത് നമുക്ക് ക്യാരക്ടർ ചെയ്യുമ്പോഴും അതിൻ്റെ ഇത് ചെറിയ ലെയേഴ്സൊക്കെ ചെയ്യുമ്പോഴും വരും. ആ ഒരു ബോഡി ലാംഗ്വേജിലും അവർ മാസാവാനൊക്കെ നോക്കുന്നതിൻ്റെ ഒരു ശ്രമവും അങ്ങനെയുള്ളവരുണ്ട്. പ്രണയനേശം ഒന്ന് പോലീസിൽ ചേർന്നിട്ടുള്ള ആൾക്കാരുണ്ട്, നക്സലേറ്റ് ആയ ആൾക്കാരുണ്ടായിരുന്നു.
പ്രണയനൈരാശ്യം വന്നിട്ട് എന്തിനാ പോലീസിൽ ചേരുന്നത്? അങ്ങനെ ഒരാൾ ഉണ്ട്. ഞാനിപ്പം അത് അങ്ങനെ പറയാം, പരിചയമുള്ള ആളൊന്നുമില്ല നിങ്ങൾക്ക്, എനിക്ക് പരിചയമുള്ള ആളാണ്. പുള്ളിക്ക് ചിലപ്പോൾ വിഷമാവും, വേണ്ട. നമ്മൾ ഇങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് സംസാരിക്കുന്നത്, അപ്പോൾ ബേസിലി വേഷങ്ങളെ പറ്റിയിട്ടും ഇപ്പം ചെയ്യുന്ന ഇപ്പം 2 കാര്യം നമ്മളിങ്ങനെ സംസാരിക്കായിരുന്നു. ഇപ്പം സംവിധായകനായിട്ടിരിക്കെ ചെയ്ത എല്ലാ പടങ്ങളും ഹിറ്റാണ്. പിന്നെ ഇപ്പോൾ സമീപകാലത്ത് പ്രധാന വേഷത്തിൽ വന്നിട്ടുള്ള സിനിമകളെല്ലാം ഹിറ്റാണ്. അപ്പോൾ നമ്മളാണെങ്കിലും ഹിറ്റ് മെഷീൻ അങ്ങനെ പല ടേംസ് കൊടുക്കും. നമ്മൾ തന്നെ കൊടുക്കുന്ന എല്ലാ കമൻറ്റുകളിൽ തന്നെ ആളുകൾ ഒരുപാട് സംഭവം തരും. അപ്പം അത് അങ്ങനെ ഓരോ ഹിറ്റ് മെഷീനായി ഇങ്ങനെ ചെയ്യണം എന്നുള്ള സമയത്ത് അടുത്തൊരു പടം തിരഞ്ഞെടുക്കുമ്പോഴേ ഇത് ഹിറ്റ് ഇൻ കേസ് നമുക്ക് ആ സബ്ജക്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ ഒരു സെനാരി പറയാണ്, സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നൈസാണ്, പക്ഷേ ഇത് തിയേറ്ററിൽ ഭയങ്കര വിജയം ആയിക്കൊള്ളണം എന്നില്ല എന്ന് തോന്നുകയാണെന്ന് വിചാരിക്കുക. അപ്പോഴും ആ കഥാപാത്രം ചെയ്യാനുള്ളൊരു ആഗ്രഹം വരുന്നു. ആ സമയത്ത് ബേസിൽ എങ്ങനെയായിരിക്കും ഡിസൈഡ് ചെയ്യായി? എനിക്കത് ക്യാരക്ടർ അത്ര എക്സൈറ്റിംഗ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെയ്യാന്നുള്ളത് തന്നെയാണ്. കാരണം കഥയും ക്യാരക്ടറും അത്ര എക്സൈറ്റിംഗ് ആണെങ്കിൽ എന്നുള്ളത്, അല്ലാതെ നമ്മളൊരു ഈ സിനിമ തിയേറ്ററിൽ വർക്കാവാൻ സാധ്യതയില്ല. പിന്നെ ഇതിപ്പോൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കും അല്ലെങ്കിൽ അത് ചെയ്യുന്നവർക്ക് ആർക്കും പിന്നെ അവർക്ക് ഇനി വീണ്ടും സിനിമ ചെയ്യണമല്ലോ. ഒരു കമേഴ്ഷ്യലി വയബിൾ ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനത്തെ ഭയങ്കര ഇൻഡിപെൻഡൻറ്റ് സിനിമയൊക്കെ ആയിട്ട് ചെയ്യാന്നുള്ളതാണ്, ഫെസ്റ്റിവൽസ് എന്നൊക്കെ പറയുന്ന പോലെ. അല്ലാതെ തിയേറ്ററിൽ ഇറക്കേണ്ട സിനിമയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു എക്സ് ഫാക്ടർ അതിന് നമുക്ക് ആൾക്കാരെ, അതിപ്പോൾ വലിയ ബജറ്റുള്ള സിനിമയാവണമെന്നില്ല, 50 കോടി ക്ലബ്ബ് 100 കോടി ക്ലബ്ബിലും കയറണമെന്നില്ല. പക്ഷേ ഇട്ട പൈസ തിരിച്ചെങ്കിലും കിട്ടുക, പ്രൊഡ്യൂസർക്ക് തിരിച്ച് കിട്ടുക, ഈ ഡയറക്ടർക്ക് അടുത്ത സിനിമ കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തായാലും അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ. പക്ഷേ എല്ലാ സിനിമയ്ക്കും ആ ഒരു ഭയങ്കര കമേഴ്ഷ്യൽ അപ്പീൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്യാരക്ടർ എക്സൈറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമയിൽ എന്തെങ്കിലും ഒരു സെൻസിബിലിറ്റി ഉണ്ട്, അയാളത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ജെന്യൂനിറ്റി ഉണ്ട്, അയാൾ ചെയ്യുന്ന അതിനെന്തെങ്കിലും ഒരു കൃത്യമായിട്ടുള്ളൊരു കാരണമുണ്ട് എന്നുള്ള സിനാരിയോ ആണെങ്കിൽ ഒരു സംശയമില്ല, ചെയ്യും. ഇപ്പോൾ ഈ പ്രധാന വേഷത്തിലെത്തിയ സിനിമകളിലൊക്കെ ഇപ്പോൾ ഇവൻ കഠിന കടോരമി അണ്ടകടാഹം എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ഫസ്റ്റ് പോർഷനിൽ ഒരു ചെറിയൊരു തമാശയുടെ എലമെൻ്റ് ഇയാൾ ഈ കോവിഡ് സമയത്ത് ഈ വർക്കൊക്കെ ചെയ്യാൻ നോക്കുന്നതിൻ്റെ. അപ്പം ബേസിൽ ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകളിൽ പല ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്തും എവിടെയെങ്കിലുമൊക്കെ ഒരു തമാശയുടെ ഒരു എലമെൻറ്റ് വരും. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒട്ടും തമാശയുടെ ഒരു എലമെൻറ്റും വരാത്ത ഒരു സംഭവം ബേസിലിന് വന്നാൽ എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, ജീവിതത്തിൽ എത്ര കഠിനത ഇതിലൂടെ പോവുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു തമാശ ജീവിതത്തിൽ ഉണ്ടാവില്ലേ, അപ്പോൾ പിന്നെ അത് സിനിമയിൽ കാണിക്കില്ല, നമ്മൾ കാണിക്കണ്ടെന്ന് എന്തിനാണ് നിർബന്ധം പിടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് പോയിൻ്റായിട്ട് തോന്നിയായിരുന്നു. എത്ര സങ്കടത്തിൽ പോകുന്ന ആളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം, എന്തെങ്കിലുമൊക്കെ ഒരു തമാശ ഉണ്ടാവില്ലേ എന്ന്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, ലൈക്ക് കംപ്ലീറ്റ്ലി തമാശ ഇട്ടിട്ട് റോള് ചെയ്തുകൂടെ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കെപ്പോഴും ഇപ്പോൾ ക്യാരക്ടേഴ്സ് ഇത്തിരി ഭയങ്കര വില്ലൻ ഈ ക്യാരക്ടർ ആണെങ്കിൽ പോലും അതിൽ എവിടെയെങ്കിലും ഹ്യൂമർ കണ്ടെത്താൻ ഞാൻ പേഴ്സണലി ശ്രമിക്കാറുണ്ട് അഭിനയിക്കുമ്പോഴും. അല്ലെങ്കിൽ അത് ഹ്യൂമർ സിറ്റുവേഷൻ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സൂക്ഷ്മദർശിനിയിലാണെങ്കിലും ഈ പറയുന്നത് ഭയങ്കര വില്ലനാണ്, പറയുന്നത് അത്രയും വലിയ ക്രൈമാണ് പുള്ളി ചെയ്യുന്നത്, എന്നാൽ പോലും ചിരിപ്പിക്കുന്ന സീനുകളുണ്ട്. ഈ പറയുന്ന ഇയാളും മാനുവലും നമ്മുടെ ഡോക്ടറുമായിട്ടുള്ള സീനുകളിലൊക്കെ. അപ്പോൾ അവിടെയാണ് എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറയുന്ന പോലെ എന്താ പറയുക, ഒരു ഇതിലല്ലാതെ ഇപ്പോൾ എന്ത് ടൈപ്പ് റോളാണെങ്കിലും അതിലൊരു ഹ്യൂമറിൻ്റെ എലമെൻറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നിടത്ത് ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നതും കൂടെ ഒരു രസമുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യമാണല്ലോ, എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിൽ. ഇപ്പോൾ ഈ പ്രാവൻകൂട്ട് ഷാപ്പിലാണെങ്കിലും ഇയാൾ ചില സമയത്ത് ചിരിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പറയുന്ന ക്യാരക്ടർ സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര പറയുന്ന അങ്ങനെ മസിൽ. അപ്പോൾ അതാണ് എനിക്ക് ആക്ടർ എന്നുള്ള രീതിയിലും കഥകളൊക്കെ കേൾക്കുമ്പോൾ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കാറ്. ഇച്ചിരി നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ പോലും ജയജയഹയിലാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, വെരി നെഗറ്റീവ് ക്യാരക്ടറാണ്. ഓണെ പേപ്പർ നോക്കുകയാണെങ്കിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്. പക്ഷെ അയാൾ ചിരിപ്പിക്കുന്നു എന്ന് പറയുന്നത് ആക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അത്രയും വലിയ എക്സൈറ്റ്മെൻറ്റ്. പക്ഷേ ഡെഫിനറ്റ്ലി 100% ആ ക്യാരക്ടർ ഒരു തരത്തിലും ചിരിപ്പിക്കാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ കഠിന കടോരത്തിൻ്റെ സെക്കൻഡ് ഹാഫുമാണ് ആ സിനിമ മൊത്തം. ഐ മീൻ അങ്ങനെ ഒരു ലൈനേ ഇല്ല, ത്രൂ ഔട്ട് അങ്ങനത്തെ ഒരു മൂഡിലുള്ള ക്യാരക്ടറാണെങ്കിൽ ആ സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുന്നതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എനിക്കെപ്പോഴും ഫേവറബിൾ ആയിട്ടുള്ളത് ഏത് നെഗറ്റീവോ പോസിറ്റീവോ അതിലെവിടെയെങ്കിലും ഈ പറയുന്ന ഒരു ക്വിർക്കോ ചെറിയ ഒരു ഫൺ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അതിനുവേണ്ടി പുഷ് ചെയ്യാതെ.
ബേസിൽ തന്നെ മുന്നൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി തൂമ്പ എന്നുള്ള ഈ ഷോർട്ട് ഫിലിം പോയി കാണുന്നത്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഈ ഡാർക്ക് ഹ്യൂമറിൻ്റെ ഒരു ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ ഡാർക്ക് ഹ്യൂമറിൻ്റെ എത്ര അറ്റം കാണിക്കാൻ പറ്റും അത്ര കാണിച്ച പോലെ അതിൽ ഫീൽ ചെയ്തായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രാവിൻകോട് ഷാപ്പ് ആ ഡയറക്ടർ ചെയ്യുന്ന സമയത്ത് അതും നമുക്കിങ്ങനെ ഫീൽ ഒരു ഡാർക്ക് ഹ്യൂമർ ആയിരിക്കുമെന്ന് തോന്നുന്ന സമയത്ത് ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ഇതിനേക്കാൾ കൂടുതൽ എന്തായിരിക്കും ഡാർക്ക് ഹ്യൂമർ ഇദ്ദേഹം ചെയ്യാമെന്നറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ശ്രീരാജ് സ്റ്റോറി ആയിട്ട് വരുന്ന സമയത്ത് ഇങ്ങനൊരു തോട്ട് മനസ്സിലുണ്ടായിരുന്നോ? അപ്പോൾ നിങ്ങൾ തൂമ്പ മുൻപ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ എന്തായിരിക്കും ശ്രീരാജ് വെക്കുക, അങ്ങനെ നിങ്ങൾ വെച്ചൊരു എക്സ്പെക്റ്റേഷനെയും ബ്രേക്ക് ചെയ്തുകൊണ്ടാണോ ഒരു എന്താ പറയുക സ്റ്റോറി നരേഷൻ തന്നെ നടന്നത്? ഇത് നരേഷൻ അല്ലായിരുന്നു, ബേസിക്കലി സ്ക്രിപ്റ്റ് വായിക്കുമായിരുന്നു. ശ്രീരാജ് അങ്ങനെ നരേറ്റ് ചെയ്തതായിട്ട് ആർക്കും നരേറ്റ് ചെയ്തിട്ടില്ല. ഫുൾ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് വായിക്കാൻ എല്ലാവരും സ്ക്രിപ്റ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ കഥ പറയാൻ. പുള്ളിക്ക് അങ്ങനെ കഥ പറയാനുള്ളൊരു അങ്ങനത്തെ ആളല്ല, ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ട് ഫിലിം തൂമ്പ ആണ് ഒരു നമുക്കൊരു റെഫറൻസ് ആയിട്ട് തന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്ന ആൾ, ഇതാണ് ആൾ. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റിലൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു പരിപാടി ഉണ്ടെന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. കുറച്ച് നോൺ ലീനിയർ ആയിട്ട് പറയുന്നത്, അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ചില ടെംപ്ലേറ്റ്സ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ്. ഇപ്പോൾ SIയുടെ ക്യാരക്ടറാണെങ്കിലും അയാൾ പോകേണ്ട വഴി കൂടെ അല്ല സെക്കൻഡ് ഹാഫിൽ അയാൾ പോകുന്നത്, അത് വേറെ വഴിക്കാണ് പോകുന്നത്. അത് അങ്ങനെ പല രീതിയിൽ അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനും. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു ആ റൈറ്റിങ്ങിൽ തന്നെ. അപ്പോൾ ഇതെങ്ങനെയാണ് പുള്ളി ആ ഷോർട്ട് ഫിലിമും കൂടെ മനസ്സിൽ വെച്ചിട്ട് ഇയാൾ എങ്ങനെയാണ് ഈ സിനിമ എടുക്കാൻ പോകുന്നതെന്നുള്ളത് ഒരു ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിച്ചായിരുന്നു. എന്തായാലും നമ്മൾ ആലോചിക്കുന്ന പോലെ അല്ല പുള്ളി ആലോചിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് ആ ഷോർട്ട് ഫിലിം കാണുകയും സ്ക്രിപ്റ്റ് വായിക്കുകയും പുള്ളിയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ പുള്ളിയുടെ ചിന്തകൾ വേറെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തകളുള്ള ഒരാളുടെ ബാക്കി നമ്മൾ അഭിനയിക്കുന്ന ഭൂരിഭാഗം സിനിമകളിലും നമുക്ക് അവരുമായിട്ട് ഏകദേശം ഒരു എവിടെയെങ്കിലുമൊക്കെ ഒരു വേവ് ലെങ്ത് എവിടെയെങ്കിലും ഒരു അലൈൻമെൻറ്റ് നമുക്ക് കിട്ടും. ഇതങ്ങനെയല്ല, പുള്ളി വേറെ രീതിയിൽ തന്നെയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി വേറെ രീതിയിൽ സെൻസിബിലിറ്റി ഒക്കെ ഉള്ള ഒരാളുടെ ഒരു കമേഴ്ഷ്യലായിട്ടുള്ള അയാളുടെ ഒരു അപ്രോച്ച് എന്താണ്, ആ സിനിമയിൽ അയാൾ എങ്ങനെയാണ് അത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു ഈ സിനിമേനുള്ള ഒരാകാംക്ഷ. അതിൻ്റെ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ അതൊരു ലേണിംഗ് പ്രോസസ്സും കൂടെ ആയിരുന്നു. ഇയാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇയാൾക്ക് എന്താണ് ആ സീനുകളെ കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ അഭിനയിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഡാർക്ക് കോമഡി എന്ന് പറയുന്ന സോണിൽ തന്നെ പുള്ളി നമ്മളിപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്ന ഒരു ഷോട്ട് ഒരിക്കലും പുള്ളി ഓക്കെ പറയില്ല. നമ്മൾ വന്നിട്ട് മോണിറ്ററിൻ്റെ പറഞ്ഞിട്ട് ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും 1 more എന്ന് എന്തുപറ്റി അത് ഇങ്ങനെ അപ്പോൾ ഫീഡ്ബാക്ക്സ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അത് ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് ആക്ച്വലി, ആ ഒരു ക്യാരക്ടേഴ്സിനെ വീണ്ടും ബെറ്റർ ആക്കാൻ. ചിലതൊക്കെ നമ്മുടെ സേഫ് സോണിലുള്ള നമ്മളെ ഓക്കെ എന്ന് പറയുമ്പോൾ തന്നെ അത് ഓക്കെ ആവും. പക്ഷെ ഇതല്ല, ഇനിയും ബെറ്റർ ആക്കണം എന്നുള്ള ഫീഡ്ബാക്ക്സ് വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളെയൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ശ്രീരാജ്. മൊത്തത്തിൽ എല്ലാവരെയും അവരെ സ്ഥിരം കാണുന്ന പോലെ അല്ലാതെ വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പുള്ളിയും വേറെ രീതിയിൽ. അപ്പോൾ ഒരു പോലീസുകാരൻ ഒരു സിനിമയിൽ ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാതിരിക്കാനും ആ ടെംപ്ലേറ്റ് ബ്രേക്ക് ചെയ്യാനും പുള്ളി നോക്കിയിട്ടുണ്ട്. ഞാനെന്ന ആക്ടർ എന്നുള്ള രീതിയിലുള്ള എൻ്റെ ടെംപ്ലേറ്റ് ബ്രേക്ക് ചെയ്യാനും പുള്ളി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടെംപ്ലേറ്റ് ബ്രേക്ക് ചെയ്യുക, വേറെ രീതിയിൽ ഇതിനെല്ലാം അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ ആ ഒരു എക്സ്പെരിമെൻറ്റിങ് ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ അതാണ് ശ്രീരാജിനെ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു കാര്യം. ഈ പടത്തിൽ നമ്മളെല്ലാവരും പാടുന്ന 2 പാട്ടുകൾ വരുന്ന സീൻ ഉണ്ടല്ലോ. ഒന്ന് ഫസ്റ്റിൽ തന്നെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല അവിടെ ആ പാട്ടും ആ ഒരു സീനും. പിന്നെ കൊമ്പൻ ബാബു ഒരു കാര്യം ചെയ്തിട്ട് വരുന്ന സമയത്ത് ഒരു സിമ്പിൾ പാട്ട് പാടി വരുന്നുണ്ട്. അപ്പോൾ ഈ 2 പോർഷൻസ് നിങ്ങൾ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നോ? ഈ 2 നമ്മുടെ ആ 2 പാട്ടുകളും ഈ സ്ക്രിപ്റ്റിൽ ഇന്ന സ്ഥലത്ത് വരുന്നുള്ളത് ഉണ്ടായിരുന്നോ? അതോ നിങ്ങൾ ഇതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ പ്രീമിയർ ഒക്കെ കാണുന്ന സമയത്താണോ അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് വരുന്നത്? ഞാൻ പ്രിവ്യൂ കാണുമ്പോഴാണ് അങ്ങനെ ഒരു സോങ് അവിടെ യൂസ് ചെയ്ത്. എഡിറ്റിലൊന്നും അങ്ങനെ ഒരു സോങ് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായില്ല. അത് ഇന്നലെ സിനിമ കാണുമ്പോഴാണ് ഫൈനൽ ഇതിലാണ് അങ്ങനെ ഒരു പാട്ടാണ് അവിടെ വരുന്നത് എന്ന് മനസ്സിലാവുന്നത്. എനിക്കത് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തിരിച്ചായിരുന്നു. ഞാൻ 2019 പ്രാവിൻകൂട് ഷാപ്പിലുണ്ട്. അത് അപ്പോൾ തൊട്ട് ശ്രീരാജിനെ പരിചയമുണ്ട്. അപ്പോൾ ഒരുപാട് വേർഷൻസ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടക്കമൊന്നും ആദ്യത്തെ ഡ്രാഫ്റ്റിലൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ അതിലല്ല, ഇത് കഥയോടൊപ്പം സഞ്ചരിച്ച് അപ്പുറത്തോട്ടെ പരിചയമുണ്ട് ശ്രീരാജിന്. അത് കഴിഞ്ഞിട്ട് ഞാൻ തൂമ്പ കാണുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് പല ഏരിയയിൽ ഇപ്പം എനിക്ക് പാട്ടുകളൊക്കെ മാറിയിട്ടുണ്ട്. ഇങ്ങനെ വെക്കുന്ന പല സീക്വൻസുകളിലും ഇവിടെ പല ഡ്രാഫ്റ്റുകളും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഐഡിയാസ് മാറിയിട്ടുണ്ട്, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ അവൻ്റെ ആ ഉദ്ദേശം മാറിയിട്ടില്ല. പാട്ടും വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യം അവിടെ
മൂളിപ്പാട്ട് പാടിയതല്ല, നമ്മൾ ഡബ് ചെയ്യുമ്പോൾ അത് വേറൊരു അതെ അതെ പാട്ട് പിടിക്കും, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പെട്ടെന്നേ നമ്മളുടെ മനസ്സിലുണ്ടാവുമല്ലോ ഇപ്പോൾ ഒരാൾ ഇത്രയും ഇങ്ങനത്തെ ഒരു ആക്ട് ചെയ്തതിന് ശേഷം അയാൾ നടന്നു വരുമ്പോൾ അയാൾ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ? നമുക്ക് പ്രേക്ഷകർ എന്നുള്ള നിലയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പുള്ളിക്കറിയാം, പുള്ളി ചെയ്ത പരിപാടി ഒരാൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പുള്ളിക്കറിയാത്. അപ്പൊ പുള്ളിക്കറിയാം പുള്ളി, അപ്പൊ അതിനെ നൈസായിട്ട് മറ്റേ ആളെ മാറ്റി മറിക്കുക എന്നുള്ള ആ പാട്ടൊക്കെ പാടി വന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന്, കാരണം പുള്ളി പോവരുത്, അവിടെ തന്നെ നിൽക്കണം. അപ്പം ഞാൻ വളരെ കൂളാണ് എന്ന് കാണിക്കാനും കൂടിയിട്ട് ആണ് അങ്ങനെ ഒരു സംഭവം. അപ്പം വേറൊരു പാട്ടൊക്കെ ആയിരുന്നു, പിന്നെ ഈ ഒരു പാട്ടിലോട്ട് പിന്നെ അവസാനം ഡബ്ബിങ് സമയത്തൊക്കെയാണ് ആ പാട്ടിൻ്റെ ഇത് വന്നിട്ടുള്ളത്. ഈ സിനിമയിൽ അധികം അങ്ങനെയാണല്ലോ, ഒരു സിറ്റുവേഷന് ബേസ് ചെയ്തിട്ടല്ല അതിൻ്റെ ഒരു ചുറ്റും നടക്കണ്ടെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ അയർന്ന് നടക്കുമ്പോൾ അവിടെ ചിലപ്പോൾ കോമഡി ആയിരിക്കും, അതിലാണല്ലോ അവരുടെ ഹ്യൂമറും വരുന്നത്. ഇപ്പം ചാന്ദിനീൻ്റെ ഇത് മാത്രമല്ല, മുന്നുള്ള വേഷങ്ങൾ നോക്കിയാൽ ഒരുപാട് സിനിമകൾ അങ്ങനെ ബാക്ക് ടു ബാക്ക് ചെയ്തിട്ടുള്ളൊരു നടിയല്ല. പക്ഷേ ഇപ്പം നമുക്ക് ചാന്ദിനി ഇതിൽ കാണുന്ന സമയത്തും നമുക്ക് സിനിമ തുടങ്ങണേക്കാൾ മുമ്പ് നമ്മൾ പോസ്റ്ററിൽ കാണുന്ന സമയത്ത് ചാന്ദിനി അഭിനയിച്ച മറ്റ് സിനിമകൾ ഇപ്പോൾ CAലുള്ള ആ ഒരു ഭാഗമാണെങ്കിലും ഡാർവിൻ്റെ പരിണാമത്തിലാണെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് പ്ലേസ് ചെയ്യപ്പെടുക എന്നുള്ളത് ചിലപ്പോൾ അത്ര എളുപ്പമായിരിക്കണം എന്നില്ലല്ലോ ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം. എസ്പെഷ്യലി ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധ്യത കൂടുതലാണ്. പക്ഷെ വളരെ കുറച്ച് സിനിമകൾ ചെയ്തിട്ട് അതിലങ്ങനെ നമുക്ക് മനസ്സിൽ ഒരു ഇടം നേടുക എന്നുള്ളത് അതെങ്ങനെ സാധിച്ചെടുത്തു എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ഓ താങ്ക് യു. ഞാൻ സിനിമയിൽ ആദ്യം ചെയ്യുമ്പോൾ ഞാൻ സ്കൂളിലായിരുന്നു, അപ്പോൾ ഞാൻ അമേരിക്കയിലാണ് വളർന്നത്. അപ്പോൾ ഇവിടെ വരും അപ്പോൾ എനിക്ക് ചെറുതാകുമ്പോൾ തൊട്ട് ഡാൻസും മ്യൂസിക് പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ സിനിമയിൽ അഭിനയിക്കുന്നതും എനിക്കത് പെർഫോം ചെയ്യാനുള്ള താല്പര്യം കൊണ്ടാണ്. എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഇടയിൽ തിരിച്ച് അമേരിക്കയിലിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ പോയിട്ട് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആൻഡ് തീമും എല്ലാം കിട്ടിയപ്പം ഡെഫിനറ്റ്ലി ഐ ഫീൽ വെരി ബ്ലെസ്ഡ് ആൻഡ് വെരി ഹാപ്പി. ഇതിപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്ത ക്യാരക്ടേഴ്സ് ആയിരുന്നില്ല, അതങ്ങനെ അതായിരുന്നു എൻ്റെ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റീസ്. അതിങ്ങനെ ഓർക്കാൻ റിമെമ്പർ ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ ക്യാരക്ടേഴ്സൊക്കെ ഡെഫിനറ്റ്ലി എനിക്ക് സ്പെഷ്യലാണ്. പക്ഷെ ഈ ക്യാരക്ടറിലാണ് തോന്നുന്നു എനിക്ക് പ്രോപ്പർലി പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് ഉള്ളത്. ആൻഡ് അത് നമ്മൾ ഡയറക്ടർ പറയുകയും ചെയ്തിട്ടുണ്ട്, നീ ഇങ്ങനെ കുറേ ചെയ്തിട്ടില്ല, പക്ഷെ നിന്നങ്ങനെ യൂസ് ചെയ്തിട്ടുമില്ല. അപ്പം ആൾക്കാർ ഓർക്കുമ്പം ഇത് അതൊക്കെ ചെയ്തിട്ട് പിന്നെ എവിടെ പോയി. പക്ഷെ ദെൻ അറ്റ് ദ സെയിം ടൈം അവർ ചാന്ദിനി ഇവിടെ ഇല്ല, ചാന്ദിനി അമേരിക്കനാണല്ലോ, അങ്ങനെ എന്തായാലും കേട്ടിട്ടുണ്ടാവില്ലേ. പൊതുവെ ആൾക്കാർ അറിയുന്ന ആൾക്കാരും അങ്ങനെ വിചാരിക്കും. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു മാർക്ക് ഇടാൻ പറ്റുന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ വെറുതെ കുറേ സിനിമ ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല നമുക്ക് ഓഡിയൻസ് ആയിട്ട് കാണാൻ തോന്നുന്ന സിനിമയും കൂടിയാണെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു. പ്രസ് മീറ്റിൽ വരുന്ന സമയത്താണ് അറിയുന്നത് കലാതിലകായിരുന്നു എന്നുള്ളത്. കലാപ്രതിഭ അതിനെ പറ്റിയിട്ടൊന്നും പറയും. പിന്നെ ഇപ്പം നമ്മൾ അത്തരം എസ്പെഷ്യലി ഇപ്പം RLV രാമകൃഷ്ണനൊക്കെ നൃത്താധ്യാപകനായിട്ട് വന്നതൊക്കെ ഇപ്പോൾ വലിയൊരു വാർത്തയാണ്. അങ്ങനെ ആരും നൃത്താധ്യാപകരായിട്ട് കലാമണ്ഡലത്തിൽ വന്നിട്ടില്ല എന്നൊക്കെ പറയാണ്. ഇപ്പം ഈ ക്ലാസിക്കൽ മേഖലയിലേക്ക് പോകുന്ന പുരുഷന്മാരുടെ എണ്ണം വളരെ കുറവാണ്. ഈ കലോത്സവത്തിൻ്റെ സ്പേസിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ ആൾക്കാർ, പിന്നെ അല്ലെങ്കിൽ വളരെ ഇപ്പം വിനീത് അങ്ങനെയൊക്കെയുള്ള ആക്ടേഴ്സിനെയും നമുക്ക് കുറച്ച് പേരെ അറിയാം. ഈ ക്ലാസിക്കൽ ഡാൻസ് ആയിട്ടുള്ള ബന്ധവും ഒക്കെ പഠിക്കാൻ തീരുമാനിക്കുന്നത് പിന്നെ അത് അഭിനയത്തിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ക്ലാസിക്കൽ ഡാൻസർ ആണെന്ന് പറയൂ, ഞാൻ ഞെട്ടിപ്പോയത് കേട്ടപ്പോൾ. കലാപ്രതിഭയാണ്, മോഹിനിയാട്ടം, ഭരതനാട്യം. ബാബുവാണ് മറ്റേ കൊമ്പം ബാബുവിന്റെ മനസ്സിൽ കൊമ്പം ബാബു ഭരതനാട്യം കളിക്കുന്നു. കൊമ്പം ബാബു രസമായിരിക്കും അല്ലേ, കൊമ്പം ബാബുവിന്റെ ഒരു മേക്കപ്പിലൊക്കെ വന്നു ഫ്ലാഷ് മോബ് അങ്ങനെ ചെയ്താലോ. പിന്നീട് ഇത് കേട്ട സമയത്ത് വിചാരിച്ചു ബാബുവും ഷാപ്പിലെ ടീംസ് കൊമ്പൻ ബാബുവിന് ഇങ്ങനെ ഒരു പാസ്റ്റ് എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ. അല്ല ഇത് അങ്ങനെയല്ല, ഇത് വളരെ ചെറുപ്പത്തിൽ ഇപ്പൊ ഗുണ്ടയാ. പണ്ട് കലാപ്രതിഭയായിരുന്നു, ജീവിത സാഹചര്യങ്ങൾ അയാളെ ഗുണ്ടയാക്കി മാറ്റി. നമുക്ക് തീരെ അറിയില്ലല്ലോ കൊമ്പൻ ബാബുവിന്റെ പാസ്റ്റ് എന്താണെന്ന്. അങ്ങനെ വിചാരിച്ചായിരുന്നു ഇതും കൂടെ കേട്ട സമയത്ത്. അത് കഴിഞ്ഞിട്ട് ജീവിത സാഹചര്യങ്ങൾ പുള്ളിക്കിന് ഭയങ്കര പ്രശ്നത്തിലേക്ക് ആക്കി. അവസാനം കള്ള് ഷാപ്പ് തുടങ്ങുന്നതാണ് ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത എന്ന് തോന്നി. ആൾക്കാരൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറിപ്പോകും. ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ ഗുണ്ടയും കൂടെ ആയി. കള്ള് ഷാപ്പ് വളരെ വൃത്തിക്കും മെനക്കും കൊണ്ടുപോകാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ കസ്റ്റമേഴ്സിന്റെ സ്വഭാവ സവിശേഷത വളരെ മോശമായിരുന്നു. നമ്മൾ ഇടപെട്ടേ പറ്റും, ഇടപെടും. അതാണ്
ഗുണ്ടയായി മാറി. ആ ഈ അല്ല ഇത് സംഭവം ചെറുപ്പത്തില്, വളരെ ചെറുപ്പത്തില് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തോന്നുന്നു നമ്മുടെ എൻ്റെ അമ്മായി കലാമണ്ഡലം വിമലാദേവി നമ്മുടെ നിഖിലയുടെ അമ്മയാണ്. ഞങ്ങള് ഫസ്റ്റ് കസിൻസാണ്. അപ്പൊ ചെറുപ്പത്തില് അപ്പൊ ചെറുപ്പത്തില് പെങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്, എൻ്റെ സിസ്റ്ററിനെ. പക്ഷെ ആ കൂട്ടത്തിൽ എന്നെയും ഇങ്ങനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അവർ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ വിടും. പക്ഷേ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു, അതാണ് അതിൻ്റെ ഒരു സത്യം, അതാണ്. പക്ഷെ അന്ന് ഇത് ഈ പറഞ്ഞ പോലെ കൂടുതലും ആൺകുട്ടികളൊന്നും കൂടുതൽ ഇതിൽ ഇല്ല. അപ്പം കുറച്ചും കൂടി നമുക്ക് ഈ യൂത്ത് ട്യൂഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈസിയാണ്, കുറച്ച് കോമ്പറ്റീഷൻ കുറവായിരിക്കും എന്നുള്ളൊരു സാധനം കൂടി ഉണ്ട്. അത് കൂടാതെ പക്ഷേ ഇത് പഠിച്ചു തുടങ്ങിയപ്പം അപ്പം അത് ഏത് സംഭവമായാലും പഠിക്കുമ്പോൾ അതിലൊരു കുറച്ച് ഡെപ്തിലൂടെ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് എനിക്ക് ഒരു ഇഷ്ടമാണ്. മറ്റേ പഠന വിഷയമല്ല, ഇങ്ങനെയുള്ള കലാപരമായ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കലയും കായികവും ഒക്കെയാണ് കൂടുതൽ. നമ്മൾക്ക് ഇതാണ് കരിക്കുലം, മറ്റതാണ് എക്സ്ട്രാ. ശരിക്കും മെയിൻ ആക്ടിവിറ്റി ഇത്. അപ്പോൾ അങ്ങനെ പഠിച്ചു വന്നപ്പം 9th പഠിക്കുമ്പോഴാണ് സ്റ്റേറ്റിൽ ഇപ്പോൾ കലാപ്രതിഭയാണത്. പിന്നെ 10th 2 വർഷം അടുപ്പിച്ചായി, 2 വർഷം കലാപ്രതിഭ, 2 റെക്കോർഡുണ്ട് ആ സമയത്ത്. എത്ര മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടി? എല്ലാ മാർക്കും ഗ്രേസ് മാർക്കിൽ കിട്ടിയിരുന്നു. ഗ്രേസ് മാർക്ക് എന്താ 30 കിട്ടി. അതിലൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. 210 60 ഗ്രേസ് 150 കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠിത്തമായിരുന്നില്ല. എന്തൊക്കെയായിരുന്നു? പിന്നെ അതെന്താ അറിയോ, ആ സമയത്ത് ഇപ്പം പഠിപ്പിക്കുന്ന ഇപ്പൊ ഗുരുനാഥ് ഇപ്പം ആണെങ്കിൽ കൂടിയും ഒരുപാട് വലിയ മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം പല സ്റ്റൈലുകളുണ്ട്. ഇപ്പം ഒരു ഭരതനാട്യം പഠിക്കുമ്പോൾ തന്നെ അതിന് തന്നെ പല ഇതുണ്ട്. ഇപ്പം കലാമണ്ഡലം സ്റ്റൈല്, RLB സ്റ്റൈല്, പിന്നെ അതുപോലെ തന്നെ കലാക്ഷേത്ര, പന്തനല്ലൂർ, ഇതെല്ലാം ബേസ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എല്ലാം നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അതിലെനിക്ക് ഫോക്കസ് ചെയ്തിട്ട് ലൈഫ് കൊണ്ടുപോകാനൊന്നും ഒരു താല്പര്യം പണ്ടേണ്ടില്ല. പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ 98 അപ്പോൾ ആ സമയത്ത് ഇതേപോലെ ഒരു ഇൻ്റർവ്യൂവിൽ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എന്താ ആഗ്രഹം എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ സമയത്തേ ഞാൻ പറയുന്നുണ്ടായിരുന്നു സിനിമയിൽ എനിക്ക് നടനാകാനാണ് ആഗ്രഹം എന്ന്. അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് എവിടെയെങ്കിലും, ഫിലിം എന്ന് പറയുന്നത് ഒരുപാട് ആർട്ടിൻ്റെ ഒരു ഇതല്ല. അപ്പോൾ എവിടെയെങ്കിലും, അപ്പോൾ ഇപ്പോൾ കളരി പഠിച്ചത് ഫസ്റ്റ് മൂവിക്ക് വേണ്ടി പഠിച്ചതാണ്. പക്ഷെ ആ മൂവി കുറച്ച് ഡിലേ ആയപ്പോൾ എനിക്ക് കുറച്ചും കൂടി അധികം ഒരു 1.5 വർഷത്തോളം എനിക്ക് ആ പടത്തിൻ്റെ മുന്നേ വീരത്തിന് വേണ്ടി കളരി പഠിക്കാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് ARMൽ ടോവിയുടെ കൂടെ ഒരു പരിപാടി ചെയ്യാൻ പറ്റി കുറച്ച്. അപ്പോൾ അങ്ങനെ എന്തും പഠിക്കുമ്പോഴും അതിൽ കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കുക. എന്നിട്ട് അത് സിനിമയിൽ എവിടെയെങ്കിലും പറ്റുവാണെങ്കിൽ നൈസായിട്ട് പള്ളിക്കേറ്റ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഗ്രേസ് മാർക്ക് ഇപ്പോൾ ഗ്രേസ് മാർക്കാണ് നമ്മൾ ചോദിക്കും. അതായത് ഗ്രേസ് മാർക്ക് ഇപ്പോൾ 60 മാർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കിപ്പം 500ൽ 480 കിട്ടിയെന്ന് വെച്ചു. അപ്പൊ നമുക്ക് 540 കിട്ടും. 500ൽ ഗ്രേസ് മാർക്ക് ഇല്ലാത്ത എക്സ്ട്രാ അപ്പൊ കൃത്യം 500ൽ നിർത്തും. അപ്പൊ ഫുൾ മാർക്ക് ആവോ? ഇല്ല, അത് കിട്ടുമെന്ന് തോന്നില്ല. അത് അപ്പൊ എന്റെ കലാപ്രതിഭ പട്ടം അപ്പൊ തുണി തിരിച്ചെടുക്കേണ്ടി വരും. അതിന്റെ പട്ടം തിരിച്ചു കാണാതൊക്കെ ഇപ്പൊ ആലോചിക്കുന്നത് പണ്ടേ ഞാനത് പഠിച്ചിരുന്നെങ്കിൽ കലാപ്രതിഭ അങ്ങനെ കാര്യങ്ങൾ അത്രയും പഠിക്കേണ്ടിയിരുന്നില്ലാണ്. ഞാൻ കലാപ്രതിഭയായ വർഷമാണ് വിനീത് ശ്രീനിവാസൻ മാപ്പിളപ്പാട്ടിൽ ഫസ്റ്റ് മേടിക്കുന്ന സ്റ്റേറ്റിൽ. ഞങ്ങൾ രണ്ടും ഒരേപോലെ കണ്ണൂരിനെ ബേസ് ചെയ്ത് പോയ ആൾക്കാരാണ്. ഓ, കണ്ണൂർ ടീം കണ്ണൂർ ചാമ്പ്യൻസ് ആയോ വർഷം? കണ്ണൂര് ഞാനും ഹാഫ് കണ്ണൂരാണ്, അച്ഛൻ കണ്ണൂരിന്. അല്ല, കണ്ണൂരിന് എന്നിട്ട് ചാമ്പ്യൻസ് ആയോ ആ വർഷം? ഞങ്ങൾ ആ വർഷം ഇത്രയും കലാപ്രതിഭ അവിടെ നിന്ന്, മാപ്പിളപ്പാട്ടും അവിടെ നിന്ന്, എല്ലാം അവിടെ നിന്ന് വന്നാൽ കണ്ണൂരിന്റെ കപ്പ് കിട്ടൂല എന്തായാലും. ഇപ്രാവശ്യം തൃശ്ശൂരാണ് കപ്പെടുത്തത് 28 വർഷത്തിന് ശേഷം. പ്രാവുംകൂടും ഷാപ്പ് ഇറങ്ങിയ മാസമായതുകൊണ്ട് തൃശ്ശൂരിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ആ, നിങ്ങള് ബാബു, സന്തോഷ്, നമ്മൾക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. മാറാനും തയ്യാറാണ്. ഇനി അടുത്ത വർഷം, അടുത്ത മാസം ഞാൻ കൊല്ലമാവും. കൊല്ലക്കാരാണ്. ഫെബ്രുവരി റിലീസ് പൊന്മാൻ. മന്ത്ലി മാറിക്കൊണ്ടിരിക്കും. നല്ലതാണല്ലോ. മാർച്ചിൽ ബ്രേക്ക് ആണ്. മന്ത്ലി സ്റ്റാർ എന്നുള്ളൊരു പേരും കൂടി ഉണ്ടല്ലേ? മാർച്ചിൽ ബ്രേക്ക്, മാർച്ചിൽ പടമില്ല. മാർച്ചിൽ നിങ്ങൾ ഇപ്പം ചാന്ദിനി പടത്തിന്റെ സെറ്റിൽ വന്നപ്പോഴേ
ഇപ്പോൾ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, ഭയങ്കര വൈബുള്ളതാണ്. എസ്പെഷ്യലി ഇവരുടെ ഈ ഷാപ്പിൽ ഒരുപാട് സീനുകൾ ഉണ്ടല്ലോ. അപ്പോൾ സിനിമയിൽ നമുക്ക് കാണുന്ന സമയത്ത് തന്നെ അത് ഭയങ്കര വൈബിൾ. അപ്പം അതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചാന്ദിനിക്ക് അത്തരം പോർഷൻസ് കുറവായിരുന്നോ? അല്ലെങ്കിൽ നമുക്ക് ഈ സെറ്റിൽ പോകാനുള്ളൊരു സന്തോഷം ഉണ്ടായിരിക്കുമല്ലോ, കുറേ ആൾക്കാരും നല്ല രസമുള്ളതായിരുന്നു, അങ്ങനെ ഒരു വൈബൊക്കെ കിട്ടിയായിരുന്നു അത്? പക്ഷേ ചാന്ദിനിയുടെ അധികം റോൾസും കുറച്ച് ആൾക്കാരായിട്ടുള്ളതായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ്? ഫുൾ ടൈം ഉണ്ടായിരുന്നോ? നമ്മൾ സ്റ്റേ ചെയ്യുന്നത് എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഐ മീൻ ഒരു അപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഒരു ഇതിലായിരുന്നു, ഒരു ഹോട്ടലിൻ്റെ ഇതിൽ. അപ്പം ഷൂട്ടിന് പോകുന്നതിന് മുന്നേ ആണെങ്കിലും കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്. അവിടെ എത്തിയിട്ട് നമ്മൾ ആദ്യം ഫോക്കസസ് റെഡി ആവുന്നത്, ആ ഒരു കംപ്ലീറ്റ്ലി ആ ക്യാരക്ടറിലോട്ട് കയറുന്നത്. ആ കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്യാരവനൊക്കെ വേറെ സെക്ഷനിലാണ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാണ് സെറ്റിൽ പോകുക. സെറ്റിൽ പോകുമ്പോഴാണ് ബാക്കി ക്രൂവിനൊക്കെ കാണുന്നത്. അവിടെ പോകുമ്പോൾ എപ്പോഴും എല്ലാവരും ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും ആ സിനിമ അത്രയും പാഷനറ്റോടെ ചെയ്യാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു എന്തൂസിയാസം ഉണ്ട്, എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ആംബിയൻസിൽ പോകുമ്പോൾ തന്നെ നമുക്ക് തന്നെ എന്നിട്ട് ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ ക്യാരക്ടർ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മെയിൻലി കോമ്പിനേഷൻ സൗബിക്കും പേഷ്യൻ്റോടെയാണ്. അപ്പം ബാക്കി എല്ലാ ആർട്ടിസ്റ്റിനും കൂടെ അത്ര നമുക്ക് കോമ്പിനേഷൻ ഇല്ല, നമുക്ക് കുറച്ചുണ്ടായിരുന്നു. അപ്പം ഈ തിയേറ്റർ ആക്ടേഴ്സിന് അവരോടൊന്നും എനിക്ക് അങ്ങനെ കുറേ കോമ്പിനേഷൻ ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ അത്രയും ആ ഒരു ആംബിയൻസിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് എന്നാലും ആ എൻവയൺമെൻറ്റിൽ പോകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ തീരുന്നവരെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അവിടെ നിന്ന് മാറാനും തോന്നൂല. ചൂടെടുത്ത് ആ വെയിലത്ത് പൊടിയാണെങ്കിൽ പോലും അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാനേ തോന്നുള്ളൂ. വേർക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാവരും കാരവാനൊക്കെ കുറേ ദൂരെയാണ്. അപ്പം ഇവിടെ തന്നെ സെറ്റിൽ തന്നെ എല്ലാവരും ഇരുന്ന് കഥയൊക്കെ പോയാൽ എന്തെങ്കിലും തമാശ മിസ്സായാലോ എന്നാണ്. ഭയങ്കര നല്ല രസം. പാടത്തിന്റെ നടുക്ക് അതായത് നമ്മൾ ഈ ഷാപ്പ് പണിഞ്ഞാണല്ലോ, ഗോകുലേട്ടനാണ്, ഗോകുൽദാസ്, അദ്ദേഹമാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. ശരിക്കും കള്ള് ഷാപ്പ് നമ്മൾ കഴിഞ്ഞ ഇന്റർവ്യൂവിലും പറഞ്ഞിരുന്നു, കള്ള് കുടിക്കാൻ ആൾക്കാർ വന്നിരുന്നു. അവസാനം എഴുതി വെച്ചു ഇത് ശരിക്കുള്ള കള്ള് ഷാപ്പല്ല, ലിറ്ററലി അങ്ങനെ എഴുതി വെച്ചു. റോഡിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് ഷാപ്പ്. ഇപ്പോൾ റോഡിൽ വണ്ടി നിർത്തുന്ന ആൾക്കാർ നടന്ന് അവിടം വരെ വരുന്നത് കാരണം റോഡിൽ തന്നെ എഴുതി വെച്ചു, റോഡ് സൈഡിൽ തന്നെ എഴുതി വെച്ചു. അമ്പലനടയില് ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ ക്ലൈമാക്സ് സെറ്റിൽ. അത്രയും റിയലിസ്റ്റിക് ആയിട്ടായിരുന്നു എല്ലാം കാണാണ്ടായിരുന്നു. അവിടെ എല്ലാം നമ്മളുണ്ടാക്കി. നമ്മൾ ആ റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ഇറങ്ങിപ്പോയിട്ട് കുറച്ച് ദൂരത്താണ്, ഒരു 500 മീറ്ററിന് അപ്പുറത്താണ് ഷാപ്പ്. അപ്പോൾ ഇറങ്ങിപ്പോകുന്ന വഴി നമ്മൾ പലക അടിച്ച് അതിൻ്റെ മേളിൽ അതറിയാണ്ടിരിക്കാൻ മണ്ണൊക്കെ ഇട്ട്, അപ്പോൾ ആൾക്കാർ വണ്ടികൾ ഇറങ്ങി കഴിഞ്ഞാൽ അത് പൊളിഞ്ഞ് താഴെ വീഴും. നടന്നു പോകാനുള്ള ഒരു ഇത് മാത്രമല്ല, ഇല്ലെങ്കിൽ സൈക്കിൾ മാക്സിമം പോകാം, വണ്ടികളിങ്ങനെ സ്ഥിരമായിട്ട് പോകാൻ പറ്റില്ല. അതൊരു പ്രശ്നമായിരുന്നു. പിന്നെ ഒരു വലിയൊരു പാടത്തിൻ്റെ നടുക്ക് ഷാപ്പ്, രാത്രി ഷൂട്ടും അല്ലേ, ടെൻ്റൊക്കെ കെട്ടി അവിടെ നല്ല രസമായിരുന്നു. നല്ല ചൂടുമായിരുന്നു അല്ലേ? അത് പകല്. ഏപ്രിലോ മാർച്ചിലും കണ്ടായിരുന്നു. ഇലക്ഷൻ്റെ ടൈമും ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ അതൊക്കെ ആദ്യം സിംഗ് സൗണ്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ സ്ഥിരമായിട്ട് ഇത് പോകുന്നു, ഈ പ്രചരണം പരിപാടികൾ. പിന്നെ തൊട്ടപ്പുറത്ത് അമ്പലത്തിലെ പാട്ടുകൾ, അത് ഭയങ്കര രസമായിരുന്നു. 5 മണിയാകുമ്പോൾ പാട്ട് വരും. ഇതിനകത്ത് ഇപ്പം ഷൈജു ഖാലിൻ്റെ ക്യാമറ ഭയങ്കരമായിട്ട് ചർച്ചയിൽ വരുന്നുണ്ട്, പ്രാവൻകോട് ഷാപ്പിനെ പറ്റിയിട്ട്. ഇപ്പം അൻവർ റഷീദിൻ്റെ ബാക്കി ക്രൂവും എല്ലാം കഴിഞ്ഞാലും പിന്നെ അൻവർ റഷീദിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം ഷൈജു ഖാലിൻ്റെ ക്യാമറ, ഈ 2 ആസ്പെക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് മൂത്രപ്പുര പെയിൻറ്റിങ് സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ സീനിൽ എസ്പെഷ്യലി നിങ്ങൾ 2 പേരല്ലേ മെയിനായിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര രസമുള്ളൊരു ഇത്രയും ക്ലോസ്ഡ് സ്പേസിൽ ഒരുപാട് ആൾക്കാർ വരുന്നു, ഓൾമോസ്റ്റ് സിംഗിൾ ഷോട്ടൊക്കെ ആയിട്ട് തന്നെയല്ലേ അത് പോയിട്ടുള്ള ഇത്. അതിൻ്റെ ഒരു ഫുൾ റിവീൽ ചെയ്യണമെന്നില്ല, നല്ലൊരു സ്പോട്ടാണ്, അപ്പോൾ എല്ലാം പറയണമെന്നില്ല. ബട്ട് അതിൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് നിങ്ങൾ പറഞ്ഞാൽ അറിയാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ട്രെയിൻ ചെയ്യിച്ച് കുറേ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. 2 ദിവസം ഷൂട്ടിന് മുന്നേ 2 ദിവസം നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് കൊറിയോഗ്രാഫ് ചെയ്തിട്ട് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടുന്ന് ത്രൂ ഔട്ട് ഒറ്റ ഷോട്ട് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ടെക്നിക്കലി ഉള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്ക് നഷ്ടമാവും നമ്മൾ കാരണം. അങ്ങനെ ആവാതിരിക്കാൻ നമ്മളത് ആ ഒരു കൊറിയോഗ്രാഫ് ഫോക്കസ് ചെയ്യും. പക്ഷെ എന്നാലും അവിടെ എത്തുമ്പോൾ നമ്മളൊരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വേറെ ബെഡൊക്കെ ഇട്ടാണ് ആദ്യം പഠിപ്പിച്ചിരുന്നത്, ട്രെയിൻ ചെയ്തത്. കലൈ എന്ന് പറഞ്ഞ കലൈ മാസ്റ്ററാണ്, കലൈ പയ്യനാണ്. ആക്ച്വലി ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ്, ഞാൻ കണ്ണൂർ സ്ക്വാഡിലെ അസിസ്റ്റൻ്റ് ആയിരുന്നു, സുപ്രീം സുന്ദറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. മാർക്കോന്റെ അത് തന്നെ. അപ്പം എനിക്ക് നേരത്തെ കണ്ണൂർ സ്ക്വാഡിൽ പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു സുപ്രീം സുന്ദരൻ. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഇൻഡിപെൻഡൻ്റ് ആയത്. ഗംഭീരം. ഭയങ്കര അവർ ടീം തന്നെ പുതിയ സെറ്റ് ഓഫ് ഒരു പിള്ളേരാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ഇപ്പോൾ പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. ഇത് എന്താ പറഞ്ഞാൽ ഈ ആ സിംഗിൾ ഷോട്ട് പോകുന്നതിന് അതായത് ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോട്ട് തുടങ്ങുമ്പം അതിന് സ്ട്രീം പറയണ്ട അല്ലേ, അത് ഞാൻ പറഞ്ഞു പോകും. ശരി, ബാക്കിയെല്ലാം കണ്ടിട്ട് പറയാം. അതെ അതെ
കുറെ റിയലിസ്റ്റ് അല്ല പക്ഷെ അതിൻ്റെ അകത്ത് മറിഞ്ഞു വീഴുന്ന അത് കമ്പാരിറ്റീവ്ലി അത് ഈസി ആയിരുന്നു. അതല്ലാണ്ട് വേറൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ഈ കൊറിയോഗ്രാഫി ഫൈറ്റ് എപ്പോഴും ഈസിയാണ്, നമ്മളെ പഠിപ്പിക്കുമല്ലോ. ഓക്കെ, ഇയാൾ ഇങ്ങനെ അടിക്കാൻ പോണേ നമുക്കറിയാം, അതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്താൽ മതി, നമ്മൾ എന്താ ചെയ്യണമെന്ന്. അത് ഡാൻസ് പോലെ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അതല്ലാണ്ട് ഒരു ഫൈറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഷാപ്പിനകത്തൊരു ഫൈറ്റ് ഉണ്ട്. അത് അല്ല, ഒരു ഫുൾ സീക്വൻസ്, ഒരു ഫുൾ ഫൈറ്റില്ല, ഇത് തലക്കടിക്കുന്നതിന് മുമ്പ് ഞാൻ കിടക്കുമ്പോൾ അതിന്റെ മുകളിൽ എല്ലാവരും കൂടി തട്ടി വീഴുന്നു. അതാണ് അങ്ങനത്തെ ഫൈറ്റ് ആണ് ഏറ്റവും ചെയ്തിട്ട് ഞാൻ അഭിനയിച്ചില്ല വേറെ. അയ്യോ, അത് ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു. ഡെഡ് ബോഡി ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ചുറ്റും നിന്ന് fight എന്റെ ചെയ്യാം. ദേഹം മൊത്തം ഇയാളുടെ ആൾക്കാര് മേത്തോട്ട് വന്ന് കയറി ഇറങ്ങുന്നു, ആരാ ചവിട്ടുന്നത്, എപ്പോഴാ വയറ്റി കുത്തുന്നത്, എപ്പോഴാ തെറിച്ച് വീഴുന്നത്, ഇത് പേടിച്ചോണ്ട് ചവായിട്ട് കിടക്കണ്ടേ. എന്നാ കണ്ണും തുറന്നാ കിടക്കുന്നത്. ഇതിലെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും പോയാൽ തന്നെ കണ്ണടയ്ക്കാൻ പോലും പറ്റൂല, ശ്വാസം എടുക്കാതിരിക്കണം. കുറച്ചധികം ഏറ്റവും സ്ട്രെയിൻ ചെയ്ത സാധനം അത് എല്ലാവർക്കും ഞാൻ തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കഥകളിയുടെ ഒക്കെ ഗുണമുണ്ടായത് അവിടെയാ. ഇങ്ങനെയായിരുന്നു ഈശ്വര. എൻ്റെ മുഖത്ത് വന്നിരിക്കുന്നുണ്ട്, പിന്നെ ദേഹത്തെല്ലാം കൂടിയിട്ട് എല്ലാവരും കൂടി വീഴുന്നുണ്ട്. അതിൽ ആകെ കുറച്ച്, എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്, അവർ അറിഞ്ഞങ്ങ് അഭിനയിക്കുകയാണ്. അപ്പം പുള്ളി മാത്രമേ ഉള്ളൂ എന്നെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇല്ല, വീഴുമ്പോഴേ, കാരണം ഞാൻ പറഞ്ഞു ഞാൻ വീഴാണ്ട ഞാൻ നോക്കിക്കോളാം, ഞാൻ ആ ടൈമിങ്ങിൽ വീണോളൂ. കാരണം ഇവിടെ വന്ന് വീഴുമ്പോൾ കാല് മുട്ടിൽ വന്ന് ഇടിക്കുന്നത്, അതായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു. ഇവിടെ ബാക്കി ഇവിടെയൊക്കെ വീണാലും കുഴപ്പമില്ല, ഇവിടെ വന്ന് വീഴുമ്പോൾ അതും ഈ പോർഷൻ രണ്ട് ഒന്ന് ഇടിക്കുമ്പോൾ ഉള്ള വേദന ഭയങ്കര സൈനിയാണ്. അപ്പം ഞാൻ വീഴും, ഞാൻ പറഞ്ഞു ഞാൻ മുട്ടിപ്പുറത്ത് വെച്ച് വീണോളാം, ഓക്കെ വേറെ. പക്ഷെ ഞാൻ മാത്രമല്ലല്ലോ, ബാക്കി അവിടെ എത്ര 10-15 പേരുണ്ട്, അവർക്ക് എല്ലാവർക്കും ഇതെല്ലാത്തിൻ്റെ ഇടയ്ക്കാണ് വന്നിട്ട് ശ്രീരാജു ഷൈജുക്കെ വന്നിട്ട് പറയും അടിക്ക് വെയിറ്റ് പോരാ, അടി കാരണക്കുറ്റി നോക്കി അടിക്കുക, പാവ ചെറുക്കനൊക്കെ അടിച്ച് സെറ്റാക്കി. കിട്ടുന്ന വരെ അതെല്ലാത്തിൻ്റെ ഉപ്പിയൊക്കെ ഒന്ന് എല്ലാത്തിൻ്റെ അവസാനം മറ്റേ പുള്ളി ഒന്ന് തലക്കിട്ട് ഒറ്റയടി. നിങ്ങളെല്ലാവരും പുതിയ വർക്ക്സിനെ പറ്റിയിട്ട് ഇനി വരാനുള്ള വിശേഷങ്ങളെ പറ്റിയിട്ടും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, ഇറങ്ങാനുള്ള സിനിമകളിലേക്ക് പറ്റിയിട്ട്. എൻ്റെ ഇപ്പം ഉടനെ റിലീസ് ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ ഒരു പടമാണെങ്കിലും, എങ്കിലും ഏതാണ് ഇതിലൊക്കെ ആദ്യമായിട്ട് ഇറങ്ങാൻ പോകുന്നതെന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ പാതിരാത്രി എന്ന് പറഞ്ഞാൽ സൗബിനും ഒക്കെ ഉള്ളത്, അതിൻ്റെ അകത്ത് ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ പടം എന്ന് പറഞ്ഞാൽ ധീരനാണ്. ധീരനൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ, ഒരു 10 ദിവസത്തിനടുത്തായിട്ടുള്ളൂ പാക്കപ്പായിട്ട്. അപ്പോൾ എന്നാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ. ബാക്കി പിന്നെ ഉള്ള ചെറിയ 2 പടങ്ങളുണ്ട്, ഇതൊക്കെ എന്നാ റിലീസ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈ ജോയിൻ ചെയ്യാനുള്ളൂ, ഇതൊക്കെയാണ് ലിസ്റ്റിലുള്ളത്. പൊന്മാൻ ഇതേപോലെ ഭയങ്കര 4-5 ചെറുപ്പക്കാർ വായിച്ചതാണ് ആണല്ലേ. ആ സമയത്ത് തൊട്ട് ഭയങ്കര ഒറ്റ ഇരുപ്പിന് വായിക്കാൻ പറ്റുന്ന ഒരു നോവലുള്ളത്. ആ ക്യാരക്ടറും ഒരു ഗംഭീര ക്യാരക്ടറായിരുന്നു. ക്യാരക്ടറിൻ്റെ പേര് PP അജേഷ്. അത് ഫെബ്രുവരി 6-ാം തീയതി ഇറങ്ങും. നല്ല രസമുള്ള സിനിമയായിരിക്കും തോന്നുന്നു. പിന്നെ മരണമാസമുണ്ട് ഏപ്രിലിൽ. മരണമാസം ഏപ്രിലാണല്ലേ? മരണമാസത്തിലായിരിക്കുമല്ലേ വൺ ലുക്കിൽ വരുന്നത്. ഞാൻ അതിൻ്റെ ഒരു സംഭവം കണ്ടു, രസമുള്ളൊരു ഇതാണ് അത് ഏപ്രിലിൽ വരും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കാലത്തേക്കൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പിന്നെ ഡയറക്റ്റ് ചെയ്യണ പരിപാടികളും ഡയറക്ഷൻ വരുമല്ലോ അല്ലേ? ഉണ്ട്. എഴുത്തൊക്കെ കുറേ ആയിട്ട് നടക്കുന്നു. പല കാരണം കൊണ്ട് തുടങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. നമ്മുടെ സൈഡിൽ നിന്ന് പണിയെടുക്കുന്നുണ്ട്, എന്നുവെച്ചാൽ സിനിമ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് എന്തായാലും ഈ വർഷത്തേക്ക് അതിനൊരു തീരുമാനമാവും തോന്നുന്നു. എന്തായാലും ഈ വർഷം തുടങ്ങും. റിലീസാവുമോ ഷൂട്ട് നടക്കുമെന്ന് അറിയില്ല. ഡയറക്ടർ ബേസിൽ ഫാൻസിന് ഇതൊരു വലിയ സന്തോഷമായിരിക്കും. ചന്ദ്രനാണ് അമേരിക്കയ്ക്ക് തിരിച്ചു വേണോ, നാട്ടിൽ കുറച്ചും കൂടെ നാളൊക്കെ കാണുമോ? ഇല്ല, ഞാൻ അവിടുത്തെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ ഇവിടെ ഉണ്ടാവും. ഞാനിപ്പം ഈ സിനിമയിലായിരുന്നു കംപ്ലീറ്റ്ലി എൻ്റെ ഒരു സന്തോഷത്തിലായിരിക്കും. അതെ, ഞാൻ കഥകൾ വരെ കേട്ടിട്ടുണ്ട്. ഏതാ ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ നോക്കട്ടെ. നൃത്തത്തിലുള്ള എന്തെങ്കിലും വേഷം വരുമോ അടുത്തത്? അങ്ങനെ എനിക്ക് വേണമെന്നുണ്ട്. ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അമേരിക്കയിൽ അതില്ലല്ലോ. പക്ഷെ അതൊരു അയ്യോ, ഞാൻ ഭയങ്കര വിഷമമുള്ള കാര്യം. അമേരിക്കയിലല്ല, കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും യൂത്ത് ഫെസ്റ്റിവൽ ഇല്ല. ഇല്ല, ഞാൻ ക്ലാസിക്കലി ട്രെയിൻഡ് ആണ് ഉണ്ട്. പക്ഷെ അവിടെ പോയി കളിക്കാനായിട്ട് യൂത്ത് ഫെസ്റ്റിവൽ ഇല്ലല്ലോ. അപ്പൊ ഞാൻ വീട്ടിലിരുന്ന് കളിച്ചുകൂടെ കുറച്ച് ദിവസം? അവിടെ ഫുൾ പെർഫോം ചെയ്യായിരുന്നു. ജസ്റ്റ് ഈ യൂത്ത് ഫെസ്റ്റിവൽ എന്നുള്ള ഒരു ടൈറ്റിലുള്ള സംഭവം ഇല്ല. സ്കൂൾ കലോത്സവം നടത്താൻ അവിടെ ഒരുപാട് പ്രോഗ്രാംസ്. അല്ല, ഐ എം സർപ്രൈസ്. മോഹിനിയാട്ടത്തിൽ അത്രയും ബോയ്സിനെ ഞാൻ കണ്ടിട്ടില്ല. ഭരതനാട്യത്തിൽ പിന്നെയും ഇപ്പൊ നമ്മള് ഞാൻ ഈ മോഹിനിയാട്ടം ചെയ്യുന്ന സമയത്ത് ഏതും പെർഫോം ചെയ്യുമ്പോഴും ആ സംഭവം പെർഫോം ചെയ്യുക, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളായി മാറുക.
അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. കുറേ സമയം സംസാരിച്ചു, നല്ല രസമുണ്ടായിരുന്നു എൻ്റെ ഒരു കോൺവെർസേഷൻ. അപ്പോൾ പ്രാവൻകൂട് ഷാപ്പ് ഇപ്പോഴേ നല്ല വിജയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം അത് കണ്ടിന്യൂ ചെയ്യട്ടെ. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല രസമുള്ള വർക്ക്സ്, ഡയറക്ഷനിലും കൂടിയുള്ള അഭിനയിച്ചിട്ടൊക്കെയുള്ള നല്ല വർക്ക്സ് കാണാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.